the place? Yes, help me. I just shot this man in my house. He's inside your house Kill right my now? house. Kill him. He beat my wife. Is he in there right now? Yes. Does he have a gun? Their brains are everywhere. Where's the man at? He's laying on the floor. Is he dead? I don't know. He's making weird sounds. Sir. 20. Sir. 20. Sir, slow down. I can't understand you. Slow down. Is the man still in your house? Yes, he's laying there on the floor with a bullet in his head. Did you shoot him? Yes, I shot him. He was killing my wife. My baby's crying. My baby's crying. I gotta go. I'll call you right back. ഈ പേടിച്ച് വിറച്ച ശബ്ദരേഖയ്ക്ക് പിന്നിൽ ചുരുളഴിയുന്നത് USA സ്പ്രിംഗ്ഫീൽഡിനെ തന്നെ ഞെട്ടിച്ച ഒരു വിചിത്രമായ കൊലപാതക കഥയാണ്. വെൽക്കം ബാക്ക് ടു ട്രിഗർ പോയിന്റ്. നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുക സോൾവ്ഡ് അൺസോൾവ്ഡ് മർഡർ സ്റ്റോറീസ് ആണ്. നിങ്ങളും എന്നെപ്പോലെ മർഡർ സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പ്ലീസ് ഡു കീപ് വാച്ചിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോണ വിങ്ങർ മർഡർ കേസിനെ കുറിച്ചാണ്. ഡോണ എലൻ ബ്രൗൺ. ഡോണ വാസ് ബോൺ ഓൺ 10th of November 1963 ഇൻ ഹോളിവുഡ്, ഫ്ലോറിഡ. റോബർട്ട് ബ്രൗൺ ആൻഡ് സാറ ജെയിൻ എന്ന ജൂയിഷ് കപ്പിളിൻ്റെ മൂത്ത മകളായിട്ടാണ് ഡോണ ജനിക്കുന്നത്. ഡോണയ്ക്ക് താഴെ 2 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്, ജെനി ആൻഡ് മിഷേൽ. റോബർട്ട് ബ്രൗൺ ഒരു ഇൻഷുറൻസ് ഏജൻ്റായിട്ടും സാറ ജെയിൻ ഒരു ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയുടെ പാർട്ട്ണറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ചെറുപ്പത്തിലെ തന്നെ ഡോണയുടെ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നന്നായി ഇൻവോൾവ് ആയിട്ട് അവരുടെ ഫുൾ കാര്യങ്ങൾ നോക്കി നടത്തിയതൊക്കെയും ഡോണ തന്നെയായിരുന്നു. ഡോണയ്ക്ക് 17 വയസ്സായപ്പോൾ ഡോണയുടെ പേരൻസ് ആയിട്ടുള്ള റോബർട്ട് ബ്രൗണും സാറ ജെയിനും ഡിവോഴ്സ്ഡായി. അതിനുശേഷം സാറ ജെയിൻ ഇറ ഡ്രഷർ എന്ന് പറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തു. ഇറ ഡ്രഷർ നല്ലൊരു ഭർത്താവായിരുന്നു. അതിലുപരി ഡോണയ്ക്കും സഹോദരങ്ങൾക്കും നല്ലൊരു ഫാദർ ഫിഗറും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡോണയും ഇറ ഡ്രഷറും തമ്മിലൊരു ക്ലോസ് ബോണ്ട്, ഫാദർ ഡോട്ടർ ബോണ്ട് ഡെവലപ്പായി. ആൻഡ് ദേ വർ റിയലി ക്ലോസ്. ഡോണയുടെ ഫാമിലി എക്സ്ട്രീംലി ക്ലോസ് നെറ്റ് ഫാമിലി ആയിരുന്നു. എസ്പെഷ്യലി സിസ്റ്റേഴ്സ്, they were like this bunch of best friends because അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ അവരൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പോലെയായിരുന്നു. ആൻഡ് വളരെ ചെറുപ്പത്തിൽ തന്നെ, എസ്പെഷ്യലി ബിക്കോസ് ഡോണയുടെ അമ്മ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, ഡോണയുടെ സിസ്റ്റേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നോക്കി നടത്തി ചെയ്യുന്നത് കൊണ്ട് ഷീ ഹാഡ് ദിസ് വെരി ഗുഡ് മെറ്റേണൽ ഇൻസ്റ്റിങ്. നമുക്കൊക്കെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം ഒക്കെ ആയിരുന്നു നമ്മുടെ ചെറുപ്പത്തിലെ ഡ്രീം. എന്ന് വെച്ചാൽ ഡോണയ്ക്ക് ഓൾറെഡി ഫാമിലി ഉണ്ടാവണം, കുട്ടികൾ വേണം എന്നൊക്കെയായിരുന്നു ഡോണ നന്നേ ചെറുപ്പത്തിൽ തന്നെ. ഐ നോ ഇറ്റ്സ് ഫണ്ണി ബട്ട് ദാറ്റ് വാസ് ഹർ ഡ്രീം അപ്പാരൻ്റ്ലി. ആൻഡ് ഡോണയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഡോണ വാസ് ആബ്സല്യൂട്ട്ലി എൻ എക്സ്ട്രോവേർട്ട്. ഷീ വാസ് ദിസ് ബബ്ലി ചിയർഫുൾ പേഴ്സൺ. ഇൻഫാക്ട് ഡോണയുടെ അമ്മ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ദാറ്റ് ഡോണയുടെ ചൈൽഡ്ഹുഡിലോ ടീനേജ് ഇയേഴ്സിലോ ഒന്നിലും തന്നെ ഡോണയ്ക്ക് ഒരു എനിമിയോ ഒരു നോട്ട് സോ ഫ്രണ്ട്ലി അങ്ങനത്തെ ഒരാൾ തന്നെ ഉണ്ടായിട്ടില്ല ഡോണയുടെ കൂട്ടത്തിൽ നിന്ന് പോലും. ബിക്കോസ് ഷീ വാസ് എക്സ്ട്രീംലി ഫ്രണ്ട്ലി. ഞാനിത് എംഫസൈസ് ചെയ്ത് പറയുന്നത് ബിക്കോസ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഹർ ക്യാരക്ടർ. ലൈക്ക് ഷീ വാസ് ദിസ് പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന് ഉഷാറ് കൊടുക്കുന്ന, ലൈക്ക് ജീവൻ കൊടുക്കുന്ന ഒരു പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ആ ആളില്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഒരു ഉഷാറില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാളാണ് എന്നാണ് ഡോണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡീൻ ഷൂൾസ് പല ഇൻ്റർവ്യൂസിലും ഡോണയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇയേഴ്സ് വെൻറ്റ് ഹെഡ്. ഷീ വാസ് 24 years old. 24 years ആയപ്പോൾ ഡോണ വർക്ക് ചെയ്തത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആയിട്ടായിരുന്നു. ആ സമയത്ത് ഡോണയുടെ ഒരു കൊളീഗായിട്ടുള്ള ഗ്രെഗ് വിങ്ങർ, ഹി തോട്ട് ഡോണ എൻ്റെ ബ്രദറിന് ഒരു നല്ല മാച്ച് ആവുമെന്ന് ആൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെസ്റ്റേൺ കൾച്ചറും രീതികളും അനുസരിച്ചിട്ട് അവരൊരു ബ്ലൈൻഡ് ഡേറ്റ് സെറ്റ് ചെയ്തു ഡോണയും പുള്ളിക്കാരൻ്റെ ബ്രദറുമായിട്ട്. ആളുടെ പേര് മാർക്ക് എലൻ വിങ്ങർ എന്നാണ്. മാർക്ക് വാസ് ബോൺ ഓൺ 26 November 1962 ഇൻ ഒഹായോ. ജെറാൾഡ് ആൻഡ് സാലി വിങ്ങറിൻ്റെ ഏറ്റവും ഇളയ മകനായിട്ടാണ് മാർക്ക് ജനിക്കുന്നത്. മാർക്കിന് മുകളിൽ മാർക്കിനൊരു ചേട്ടനും ഒരു ചേച്ചിയും ഉണ്ടായിരുന്നു. മാർക്ക് ചെറുപ്പത്തിൽ തന്നെ വളരെ സ്മാർട്ടും അക്കാഡമിക്കലി നല്ല പെർഫോമിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ആൻഡ് 1981 ആൾ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഹി എൻറോൾഡ് ഹിംസെൽഫ് ഇൻ ടു വെർജീനിയ മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ഒരു മിലിറ്ററി കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ജോയിൻഡ് ദിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി. ഇൻ 1985 ഹി ഗ്രാജുവേറ്റഡ്
with bachelor's in physics. Same year he was commissioned as second lieutenant in US military, and 2 years ആള് completely serve ചെയ്തു, one in South Korea, another 1 year in state of Georgia. അതിനുശേഷം he was immediately hired by a lab instrument manufacturing company and he was settled in Florida. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡോണയും ആയിട്ടുള്ള ഈ ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ആവുന്നത്. ആൻഡ് ബ്ലൈൻഡ് ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലൈക്ക് ഡോണ വാസ് ലൈക്ക്, മാർക്ക് ഇസ് ദിസ് ചാമിങ്, handsome, successful and smart guy, and apparently this blind date was a huge success. They hit it off immediately because their characters were complementing each other. Mark korchu soft spoken korchu introvert aanu, but had a great sense of humor. Adinu like ഡോണ ആണെങ്കിൽ എക്സ്ട്രോവേർട്ട്, ബബ്ലി, ചിയർഫുൾ ആയിട്ടുള്ള ഒരാൾ, ആൻഡ് ബോത്ത് ഷെയർ ദിസ് ഡ്രീം ഓഫ് ഹാവിങ് ദിസ് ഫാമിലി ടുഗെദർ, ഹാവിങ് മെനി നമ്പർ ഓഫ് കിഡ്സ്. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ് ആൻഡ് ദേ വർ മാഡ്ലി ഇൻ ലവ്. ആൻഡ് അതിന് പ്രൂഫായിട്ട് വെറും 6 months തന്നെ they got engaged in June 1988. Both of their parents were absolutely happy because they were this adorable couple who were head over heels in love with each other. അങ്ങനെ 4th of March 1989 സാലിൽ ടെമ്പിളിൽ വെച്ച് they got married. അങ്ങനെ അവരുടെ ഹണിമൂൺ പീരീഡ്, കല്യാണത്തിന് ശേഷമുള്ള ഹണിമൂൺ പീരീഡ് ഫ്ലോറിഡയിൽ എൻജോയ് ചെയ്യുന്ന സമയത്താണ് മാർക്കിന് ന്യൂക്ലിയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി സ്പ്രിംഗ് ഫീൽഡിൽ നിന്ന് വരുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി ദേ റീലൊക്കേറ്റഡ് ഫ്രം ഫ്ലോറിഡ ടു Springfield. Springfield is a beautiful little town. It's Midwestern, it's small, the people are sweet. It's just a lovely place. It's a very friendly and clean city with very sensitive and compassionate people. അവിടെ വെസ്റ്റ് വ്യൂ ഡ്രൈവിൽ ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് ദേ ബോട്ട് ടുഗെദർ. ആൻഡ് ഈ വെസ്റ്റ് വ്യൂ ഡ്രൈവ് നെയ്ബർഹുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലവ്ലി ആയിട്ടുള്ള, എന്താ പറയുക, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡായിരുന്നു അത്. അങ്ങനെ അവരവിടെ സെറ്റിൽ ഡൗൺ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡോണ ഗോട്ട് ദിസ് ജോബ് ഇൻ സ്പ്രിംഗ്ഫീൽഡ് മിഷൻ ഹോസ്പിറ്റൽ. So now they have this respectable jobs, they are in a very good community. Adunum poranjittu they were madly in love and they had this beautiful house together. The only thing that was missing in their life was a child. Like appo avaronu nokkila, they tried to have kids, and adoru 6 വർഷം നീണ്ടുപോയി. അതിനൊടുവിലാണ് ഡോണയ്ക്കും മാർക്കിനും അറിയുന്നത് ഡോണ വോണ്ട് ബി ഏബിൾ ടു കൺസീവ് എന്ന കാര്യം അവരറിയുന്നത്. അത് ഡോണയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതവളുടെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു, ലൈക്ക് ടു ഒരു മദർ ആവുക, മദർഹുഡ് എന്നൊക്കെ പറയുന്നത് തന്നെ. സോ അത് ഡോണനെ ഒരുപാട് ഡെവസ്റ്റേറ്റ് ചെയ്തു ആ ന്യൂസ്. അങ്ങനെ ആ ഒരു സമയത്താണ് ഡോണയുടെ കൊളീഗായിട്ടുള്ള ഒരു ഡോക്ടർ ഡോണയുടെ അടുത്ത് പറയുന്നത് ദാറ്റ് ദർ ഇസ് ദിസ് ടീനേജർ ഹൂസ് പ്രഗ്നൻറ്റ് ഹൂസ് ലുക്കിംഗ് അപ്പ് ടു പുട്ട് അപ്പ് ഹെർ ചൈൽഡ് ഫോർ അഡോപ്ഷൻ എന്ന്. ഡോണ ഇമ്മീഡിയറ്റ്ലി ഇതൊരു ഗോഡ് ഗിവൺ സൈൻ ആയിട്ട് എടുത്തു. ലൈക്ക് ഷീ വാസ് സോ ലൈക്ക് ഷീ ഡിഡ്ന്റ് ഹാവ് ടു തിങ്ക് എ ലോട്ട് അബൌട്ട് ഇറ്റ്. ഇമ്മീഡിയറ്റ്ലി പോയിട്ട് അത് മാർക്കിൻ്റെ അടുത്ത് പറഞ്ഞു. മാർക്ക് വാസ് ഓൾസോ ഈക്വലി ഹാപ്പി ആൻഡ് he was also like let's do it എന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു മാർക്കിനുണ്ടായിരുന്നത്. ആൻഡ് അവർ ഇമ്മീഡിയറ്റ്ലി ഒരു അറ്റേർണീനെ ഹയർ ചെയ്തു, പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, സോ ദാറ്റ് ഡെലിവറിക്ക് അപ്പം തന്നെ അവർക്ക് അഡോപ്റ്റ് ചെയ്യാമെന്ന രീതിയിലേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 1st of June 1995 they bring their baby Bailey to their house together. Who do we see but the mommy? We've waited so long for this baby. How do you feel, Donna? I'm overwhelmed, and I just want her to know that it just so happens that day she's coming home to us is the anniversary of our engagement of Mark and I. Oh, isn't that wonderful? മിഷേൽ ആ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ വെച്ച് തന്ന നിമിഷം എനിക്കറിയാമായിരുന്നു അവൾ എന്നും എൻ്റേതായിരുന്നു എന്ന് ഡോണ നിറകണ്ണുകളോടെ ഡോണയുടെ സഹോദരിയായ മിഷേലിനോട്
പറയുകയുണ്ടായി എന്ന് മിഷേൽ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഡോണയ്ക്ക് ഈ ഒരു മൊമെൻ്റ് ആയിരുന്നു അവളുടെ ഇത്രയും കാലത്തെ ലൈഫിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോണയ്ക്കും മാർക്കിനും അവരുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് they didn't hesitate. They were showing it off. They were enjoying this new role as parents and they loved this new role. So they were like showing it off. വിളിച്ചിട്ട് എല്ലാ റിലേറ്റീവ്സിനോടും എല്ലാ അവരുടെ ഈ കൊച്ചിൻ്റെ കുഞ്ഞു ഡെവലപ്മെൻറ്റ്സ് വരെ അവൾ ഇങ്ങനെ ചെയ്തു, അവങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ ഇവർ വിളിച്ച് പറയുന്നത്, ഫോട്ടോ എടുക്കലും കത്ത് എഴുതലും ഒക്കെ ഉണ്ടായിരുന്നു. which showed that like they were like really happy. like അവരുടെ ഡോണയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോണയുടെ ലൈഫിൽ ഡോണയെ ഇത്ര ഹാപ്പി ആയിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഡോണയുടെ പേരൻസും സിസ്റ്റേഴ്സും ഒക്കെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് മാർക്കിന് ഒരു കോൺഫറൻസ്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ഡോണയും കൊച്ചും വീട്ടിൽ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോണയും ബെയിലിയും കൂടി ഫ്ലോറിഡയിൽ ഡോണയുടെ പേരൻസിൻ്റെ കൂടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അവർ അങ്ങോട്ടേക്ക് പോയി. മാർക്ക് വരുന്നതിന് ഒരു ദിവസം മുമ്പ് ആണ് അവർ തിരിച്ച് സ്പ്രിംഗ്ഫീൽഡിലേക്ക് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് അവർ ഫ്ലൈറ്റ് എടുത്ത് സെയിൻറ്റ് ലൂയിസ് എയർപോർട്ടിലാണ് വരുന്നുണ്ടായിരുന്നത്. ദാറ്റ് വാസ് ഓൺ 23rd August 1995. All of her trips, it was always very sad to see her go. Say hi, Daddy. Say we miss you. I dropped her off at the airport and she left. അവരുടെ ജേണി, ഈ എയർപോർട്ട് ടു വീട്ടിലേക്കുള്ള ജേണി കുറച്ച് എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോണയുടെ അമ്മ ഒരു ഷട്ടിൽ ഡ്രൈവ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഡോണയും കൊച്ചും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് വണ്ടിയൊക്കെ നോക്കി, കാരണം ഈ എയർപോർട്ട് ടു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂറിനുള്ളൊരു ജേണി ഉണ്ടായിരുന്നു അവർക്ക്. സോ സാരാജീൻ അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ഒരു ഷട്ടിൽ ഡ്രൈവ് ബുക്ക് ചെയ്തു. ആൻഡ് ഈ ഡ്രൈവർ ഡോണയ്ക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡ്രൈവർ വാസ് 27 years old, റോജർ ഹാരിങ്ടൺ. അങ്ങനെ അവരുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ റോജറിൻ്റെ ഡ്രൈവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു. അതെന്നെ കണ്ടിട്ട് ഡോണയ്ക്ക് കുറച്ച് പേടിയായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് വളരെ റാഷ് ആയിട്ടായിരുന്നു ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് റോജറിൻ്റെ കോൺവെർസേഷൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നതിനെ കുറിച്ച്, അവരെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, അതും പോരാഞ്ഞിട്ട് ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഈ റോജർ വാചാലനായിട്ട് ഡോണയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ പറയുകയുണ്ടായി, ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഗോഡ് ലൈക്ക് ക്രീച്ചർ എൻ്റെ മുമ്പിൽ അപ്രത്യക്ഷപ്പെടും, എന്നിട്ട് എൻ്റെ ബോഡിയിൽ നിന്നും എൻ്റെ സ്പിരിറ്റിനെ സെപ്പറേറ്റ് ചെയ്യും, ആത്മാവിനെ. എന്നിട്ട് ആ ആത്മാവ് കുറച്ച് നേരം കഴിയുമ്പോൾ വണ്ടിയുടെ മുകളിലൂടെയും ഈ മരങ്ങളുടെ മുകളിലൂടെയും പറക്കുന്ന പോലെ റോജറിന് തോന്നുമെന്നൊക്കെ. പിന്നീട് ആൾ പറഞ്ഞു, എനിക്ക് ഒരു സൗണ്ട് എന്നോട് ഓരോന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതായിട്ട് കേൾക്കാൻ പറ്റാറുണ്ട്. ഈ ശബ്ദത്തിനെ റോജർ ചെല്ലപ്പേരിട്ട് വിളിക്കുന്നത് മിസ്റ്റർ ഡോം എന്നാണ്. ഈ അടുത്തായിട്ട് മിസ്റ്റർ ഡോം റോജറിനോട് പറയുന്നത് ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണെന്നൊക്കെ റോജർ ഡോണയുടെ അടുത്ത് ഷെയർ ചെയ്തു. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അവസാനം റോജർ പറഞ്ഞു, എനിക്ക് എൻ്റെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. അതിനുശേഷം ഡോണേനെ ഒരു സെക്സ് പാർട്ടിയിലേക്ക് വരെ റോജർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോണയുടെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഡോണ വാസ് എക്സ്ട്രീംലി ഷോക്ക്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്. ഈ ഫുൾ കാർ ജേണിയിൽ റോജർ പറഞ്ഞ കാര്യങ്ങളും വണ്ടി ഓടിച്ച രീതിയൊക്കെ കണ്ടിട്ട് ഷി വാസ് എക്സ്ട്രീംലി ഷോക്ക്. സോ ഇമ്മീഡിയറ്റ്ലി ആളുടെ അമ്മേനെ വിളിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആൻഡ് സാറ ജെയിൻ ഫെൽ ദാറ്റ് ഷി വാസ് റിയലി ഷോക്ക്ഡ് എന്ന് സാറ ജെയിൻ ആ ഫോൺ കോളിൽ തന്നെ മനസ്സിലായി. അതിനുശേഷം ഡോണ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡോണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡീൻ ഷൂൾസിനോടും വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് അതിനുശേഷം ഈവനിങ് ഓഫ് കോഴ്സ് മാർക്കിനെ വിളിച്ചിട്ടും ഈ എല്ലാ ഫുൾ ഇൻസിഡൻറ്റും ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തു. മാർക്ക് ഇത് കേട്ട ഉടനെ തന്നെ വളരെ കൺസേൺഡ് ആയിരുന്നു. ബിക്കോസ് മാർക്ക് വാസ് ദിസ് ഇസ്
ദിസ് ഈസ് നോട്ട് നോർമൽ എന്ന് വിചാരിച്ചിട്ട് തന്നെ, പിന്നെ ഇവരൊറ്റയ്ക്കായിരുന്നു വീട്ടിൽ എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്ക് പറഞ്ഞു, ദയവ് ചെയ്തിട്ട് നീ ഇതെല്ലാം ഡീറ്റെയിൽസ് ഒന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പേപ്പറിൽ എഴുതി വെക്കണം, ബിക്കോസ് നാളെ നമുക്ക് പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും മറന്നു പോകരുത്. സോ പ്ലീസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാനായിട്ട് മാർക്ക് പറഞ്ഞു. ആ നിർദ്ദേശം കേട്ടിട്ട് ഡോണ ഇതെല്ലാം പേപ്പറിൽ എഴുതി വെക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം തന്നെ മാർക്ക് തിരിച്ച് വീട്ടിലെത്തി. പിന്നീടുള്ള നാളുകളിൽ ഇവർക്ക് ഇവരുടെ വീട്ടിലേക്ക് ഒരു ബ്ലാങ്ക് കോൾ വരാൻ തുടങ്ങി. ഈ ബ്ലാങ്ക് കോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും ഒരു ശബ്ദം അപ്പുറത്ത് നിന്ന് കേൾക്കാനില്ല. ഹലോ ഹലോ എന്ന് ഇവിടുന്ന് പറയുന്നല്ലാണ്ട് അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നില്ല. ഒരാൾ അവിടുന്ന് ശ്വസിക്കുന്നത് മാത്രമേ ഇവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് 1-2 കോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഇത് ഒരു പക്ഷേ റോജർ ചെയ്യുന്ന പണിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മാർക്ക് ഇമീഡിയറ്റ്ലി ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്പനീനെ വിളിച്ചിട്ട് റോജർക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്തു. അതിൻ്റെ ആക്ഷനായിട്ട് റോജറിനെ അവർ ഇമീഡിയറ്റ്ലി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 29th ഓഗസ്റ്റ് 1995 മാർക്ക് എന്നത്തെയും പോലെ ഒരു ഈവനിങ് ടൈമിൽ താഴെ അവരുടെ ബേസ്മെൻറ്റിൻ്റെ താഴെ ട്രെഡ്മില്ലിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തട്ടുന്നൊരു സൗണ്ട് മുകളിലത്തെ നിലയിൽ നിന്ന് മാർക്ക് കേട്ടു. ഇത് ഡോണയും കൊച്ചും വീണതാവോ എന്തായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് മാർക്ക് വെപ്രാളപ്പെട്ട് മുകളിലത്തെ നിലയിലേക്ക് ഓടി അവരുടെ ബെഡ്റൂമിൽ, പ്രൈമറി ബെഡ്റൂമിൽ കയറി നോക്കിയപ്പോൾ ബെയ്ലി ഒറ്റയ്ക്ക് ബെഡിൽ കിടക്കുന്നതാണ് മാർക്ക് കണ്ടത്. ഒരിക്കലും ഡോണ ബെയ്ലിനെ ഇങ്ങനെ തനിച്ച് ബെഡിൽ കിടത്തില്ല എന്ന് ഉറപ്പുള്ള മാർക്കിന് എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നലും കിച്ചണിൽ നിന്ന് ഒരു ബഹളത്തിൻ്റെ ശബ്ദം കേൾക്കലും ഒരുമിച്ചായിരുന്നു. ഉടനടി ആളുടെ കയ്യിൽ റൂമിൽ നിന്ന് തോക്കെടുത്തിട്ട് കിച്ചണിലേക്ക് ഓടി. കിച്ചണിലെത്തിയ മാർക്ക് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ ഡോണ കിടക്കുന്നു. ഡോണയുടെ പുറത്ത് ഒരു ഇൻട്രൂഡർ കയറിയിരിക്കുന്നുണ്ട്, ഒരു അപരിചിതനായിട്ടുള്ളൊരു ഇൻട്രൂഡർ. ആള് ഡോണയുടെ തലയ്ക്ക് നേരെ ചുറ്റിക എയിം ചെയ്തിട്ട് ചുറ്റിക കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാർക്ക് കാണുന്ന കാഴ്ച. മാർക്ക് വെപ്രാളപ്പെട്ടിട്ട് ഭാര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം സംഭരിപ്പിച്ച് ഇമ്മീഡിയറ്റ്ലി ഗണ്ണെടുത്തിട്ട് ഈ ഇൻട്രൂഡറിന് നേരെ 2 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. വെടിയേറ്റ ഇൻട്രൂഡർ ഇമ്മീഡിയറ്റ്ലി താഴെ വീണു. പിന്നെ സമയമൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ മാർക്ക് 911 വിളിക്കുകയാണ് ചെയ്തത്. Yes. This is the police department. We've got officers en route. I need to know what's going on there. My wife is dying on the floor. Okay, is she still alive? I think so. Okay, we've got an ambulance en route and we've got police officers en route. Where is the gun? I left it on the table. It's on the table. It's on the table. Please, Okay. God, please come here. We've got people on the way. Okay. Who is this man? I don't know who he is. He's still inside the house? Yes, he's laying on the floor. I gotta hold my wife. I gotta get to my wife. Okay, are you Mark Winger? Yes, I am. Okay, and your wife is Donna? Yes, she is. When did the man come here? I know, a few minutes ago. Wait, I gotta get to my wife. Please, just let me get to my wife. I won't hang up. Okay? Okay, we've got officers en route. Okay, my door's open. Okay. 911 എന്നത് USA ഒരു എമർജൻസിക്ക് എന്ത് എമർജൻസി ഉണ്ടായാലും വിളിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ് 911. സോ മാർക്ക് ഒട്ടും സമയം കളയാതെ ഈ 911 വിളിച്ച് ഹെൽപ്പിന് റിക്വസ്റ്റ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി 911 റെസ്പോൺസ് ടീം അവിടെ എത്തുകയും ചെയ്തു. അവരെത്തുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചൺ ഫ്ലോറിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഡോണ, അതിനടുത്ത് തന്നെ കിടക്കുന്ന ഇൻട്രൂഡർ, പേടിച്ച് വിറച്ച് അവരുടെ സൈഡിൽ നിൽക്കുന്ന മാർക്കിൻ്റെ കൂടെ ബെയ്ലിയും. ഇതാണ് ഇവർ കാണുന്ന കാഴ്ച. അതിൽ വൺ ഓഫ് ദി ഫസ്റ്റ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ഡേവ് ബാരിങ്ങർ ആളുടെ പോളറോയിഡ് ക്യാമറ എടുത്തിട്ട് ഉടനടി ഇവരുടെ ഈ ഇൻട്രൂഡറിൻ്റെയും ഡോണയുടെയും പിക്ചേഴ്സ് 3 സൈഡിൽ നിന്നും എടുത്തു. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഇവർക്ക് പൾസ് ഉള്ളത് കൊണ്ട് തന്നെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ അവർ ഇൻട്രൂഡറിൻ്റെ പോക്കറ്റിൽ നിന്നും ഈ ID പ്രൂഫ്സൊക്കെ കൈക്കലാക്കി. അപ്പോഴാണ് ആ ID പ്രൂഫിലുള്ള പേര് ഇവർ ശ്രദ്ധിക്കുന്നത്. അത് റോജർ ഹാരിങ്ടൺ എന്നായിരുന്നു. പിന്നെ കൂടാതെ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വീട്ടിൽ നിന്നും റോജർ ഹാരിങ്ടൻ്റെ ഒരു കോഫി മഗ്, ഒരു സിഗരറ്റ് ബഡ്, പിന്നെ ഡോണ അന്ന് ആ കാർ ഡ്രൈവറിൻ്റെ ഇൻസിഡൻസൊക്കെ കുത്തിക്കുറിച്ചിട്ടുണ്ടായിരുന്ന ആ പേപ്പേഴ്സ് അവർക്ക് കിട്ടി. അതിനുശേഷം
റോജർ ഹാരിങ്ടൻ്റെ കാറ് ഇവരുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള പാർക്കിംഗ് ലോട്ടിൽ എഗെയിൻസ്റ്റ് ട്രാഫിക് ആയിട്ട് പാർക്ക് ചെയ്തിട്ടത് ഇരിക്കുന്നത് ഇവർ കണ്ടു. അതിൻ്റെ അകത്താണെങ്കിൽ ഒരു കിച്ചൺ നൈഫ്, പിന്നെ അയൺ റോഡിൻ്റെ ഒരു റീല്, പിന്നെ മാർക്ക് ബിങ്ങർ 4:30 PM എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കി നോട്ട് ഡാഷ്ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്നതായിട്ടും ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ തെളിവുകളെല്ലാം ഇവർ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന മെയിൻ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ചാർലി കോക്സ് മാർക്ക് വിങ്ങറിനെ വേറൊരു റൂമിലേക്ക് മാറ്റിയിട്ട് മാർക്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയായിരുന്നു. ആ സമയത്ത് തന്നെ മാർക്ക് റിപ്പീറ്റീവ്ലായിട്ട് ചോദിച്ചിരുന്നൊരു കാര്യം, എന്താണ് ഈ ഇൻട്രൂഡറിൻ്റെ പേര്, നിങ്ങൾക്ക് ഇൻട്രൂഡർ ആരാന്ന് മനസ്സിലായോ, ഇസ് ഇറ്റ് ബൈ എനി ചാൻസ് റോജർ ഹാരിങ്ടൺ എന്ന് ആള് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം റോജർ ഹാരിങ്ടൺ ആണ് എന്ന് ചാർലി കോക്സ് കൺഫേം ചെയ്തു. ഇമ്മീഡിയറ്റ്ലി മാർക്ക് റെസ്പോണ്ട് ചെയ്തത് കോട്ട്, ദാറ്റ്സ് ദ മാൻ ഹു ഹാസ് ബീൻ ഹറാസിങ് മൈ വൈഫ് ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ആൾ പൊട്ടിക്കരയാണ് ചെയ്തത് ഇമ്മീഡിയറ്റ്ലി. എന്നിട്ട് ഇവഞ്ച്വലി ആൾ എല്ലാ കാർ ഡ്രൈവ് മുതൽ അതിന് ശേഷമുണ്ടായ ഫോൺ കോൾസ്, വീട്ടിലേക്കുണ്ടായ ഫോൺ കോൾസ്, പിന്നെ കംപ്ലൈൻറ്റ് റേസ് ചെയ്തത്, അതിനുശേഷം റോജറിൻ്റെ ജോലി പോയത്, ഇതെല്ലാം ചാർലി കോക്സിനോട് നരേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ചാർലി കോക്സിന് നമ്മുടെ റോജർ ഹാരിങ്ടൺ ഒരു അപരിചിതനായിരുന്നില്ല. കാരണം ചാർലി കോക്സും ആളുടെ വൈഫും കൂടെ പ്രൈവറ്റായിട്ട് ഈ ട്രെയിലർ യൂണിറ്റ്സ് റെൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ട്രെയിലേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഫ്ലാറ്റ്സും അപ്പാർട്ട്മെൻറ്റ്സും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആയിട്ടുള്ളൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ റെസിഡൻഷ്യൽ സ്പേസ് ആണ് ഈ ട്രെയിലേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ റോജർ ഹാരിങ്ടൺ നമ്മുടെ ചാർലി കോക്സിൻ്റെ ഒരു ടെനൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയും ചാർലി കോക്സിന് ഓൾറെഡി സുപരിചിതമായിരുന്നു ഈ റോജറിൻ്റെ ഡിലൂഷണൽ ക്യാരക്ടറും അതുപോലെ തന്നെ വയലൻ്റ് നേച്ചറും ഈ ഷോർട്ട് ടെമ്പർനെസ്സും ഒക്കെ ഓൾറെഡി റോജർ ഹാരിങ്ടൻ്റെ ഈ സ്വഭാവ സവിശേഷതകളൊക്കെയും ചാർലി കോക്സിന് മുമ്പേ അറിയാമായിരുന്നു. ഇൻഫാക്റ്റ് റോജർ ഹാരിങ്ടനും ആളുടെ വൈഫും തമ്മിലുള്ള ഒരു അടിപിടിക്കിടയ്ക്ക് റോജർ ആളുടെ വൈഫിനെ അടിക്കാൻ പോയപ്പോൾ ചാർലി കോക്സ് ആണ് ഇടപെട്ടിട്ട് അന്ന് ആ വഴക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തന്നെ. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും അതോടുകൂടെ തന്നെ ഈ തെളിവുകളെല്ലാം റോജർ ഹാരിങ്ടന് എതിരായത് കൊണ്ട് തന്നെയും ചാർലി കോക്സിന് ഈ മാർക്ക് ഈ ഇൻപുട്സ് എല്ലാം കൊടുത്തപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. റോജറിൻ്റെ ജോലി പോകുന്നു, അത് ചോദിക്കാൻ വേണ്ടി ഡോണയെ തപ്പി വീട്ടിലേക്ക് വരുന്നു. ഡോണയും റോജറും തമ്മിലുള്ള സംഭാഷണങ്ങളൊന്നും നല്ല രീതിയിൽ അവസാനിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ കയ്യിൽ കിട്ടിയ ഒരു ചുറ്റിക എടുത്തിട്ട് ഡോണനെ ആക്രമിക്കുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് എൻ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചാർലി കോക്സിന് ആ കോള് വരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്, ദാറ്റ് 32 years old Donna and 27-year-old Roger Harrington didn't make it. അങ്ങനെ ചാർലി കോക്സിന് ആ ഒരു ന്യൂസ് നമ്മുടെ മാർക്കിൻ്റെ അടുത്ത് പറയേണ്ടതായിട്ട് വന്നു. മാർക്ക് ഇമ്മീഡിയറ്റ്ലി ഹി വാസ് ലൈക്ക് ഷാറ്റേർഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഡെവസ്റ്റേറ്റഡ് ആയിരുന്നു. ആളെ ഒന്ന് കൺസോൾ ചെയ്യാൻ പോലും ആ നിമിഷം ആർക്കും തന്നെ കഴിഞ്ഞില്ല എന്നാണ് ചാർലി കോക്സ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം ഏർലി മോർണിംഗ് 4 o'clock സാറ ജെയിനും ഇറാഡ്രഷനും ഈ ന്യൂസ് കിട്ടുന്നത്. ആൻഡ് ഫോർ ദെം ദേ ഹാഡ് ലോസ്റ്റ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ് എന്ന് തന്നെയാണ് സാറ ജെയിൻ പറഞ്ഞത്. ഈ ഒരു ന്യൂസ് കേട്ട ഉടനെ തന്നെ സാറ ജെയിനാണ് പിന്നീട് ബാക്കിയുള്ള 2 സഹോദരിമാരുടെ അടുത്തും ഈ ന്യൂസ് ഷെയർ ചെയ്തത്. ആൻഡ് ദേ മോൺ ദ ലോസ് ഓഫ് ദെയർ ലവ്ഡ് വൺ. ആൻഡ് വളരെ ഇന്നസെൻ്റ് ആയിട്ട് തുടങ്ങിയ ഒരു കാർ ഡ്രൈവ് ഇത്രയും ഒരു ട്രാജഡിയിൽ അവസാനിക്കുന്നു എന്നുള്ള ഒരു കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പോലും ആ നിമിഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. It was 4 o'clock in the morning and I said, Jenny, it's Mom. Something terrible has happened. My mother begins to sob and says Donna's dead. I couldn't think, I couldn't breathe, I couldn't understand. And we sat there in my room just crying at this unimaginable loss. 48 മണിക്കൂറിനകത്ത് തന്നെ കേസ് ക്ലോസ് ചെയ്തു. ഡോണയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം ഡോണയ്ക്ക് 7 കവിഞ്ഞ
മുറിവുകൾ തലയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഡോണയുടെ കോസ് ഓഫ് ഡെത്ത് വാസ് ഫൈൽഡ് ആസ് ഹോമിസൈഡ് ബൈ റോജർ ഹാരിങ്ടൺ. റോജർ ഹാരിങ്ടൻ്റെ കോസ് ഓഫ് ഡെത്ത് വാസ് ഫൈൽഡ് ആസ് ജസ്റ്റിഫൈഡ് ഹോമിസൈഡ് ഫോർ സെൽഫ് ഡിഫെൻസ് എന്നാണ്. സ്പ്രിംഗ്ഫീൽഡ് മൊത്തം തന്നെയും നമ്മുടെ മാർക്കിനെ ലോക്കൽ ഹീറോ പരിവേഷത്തിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് സ്വന്തം ഭാര്യനെ കൺമുമ്പിൽ ഒരു ഇൻട്രൂഡർ അടിച്ചടിച്ച് കൊല്ലുന്നത് കാണേണ്ട ഒരവസ്ഥ, മൃഗീയമായിട്ട് തന്നെ കാണേണ്ട അവസ്ഥ, അവളെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കൈകൊണ്ട് ഒരാളെ കൊല്ലേണ്ടി വരിക, അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ഒരു കൈക്കുഞ്ഞിനെ ഇനി ഒറ്റയ്ക്ക് നോക്കേണ്ടി വരിക എന്നൊക്കെ ഉള്ളത് കൊണ്ട് മാർക്കിനെ എല്ലാവരും ആ കമ്മ്യൂണിറ്റി തന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് കൺസോൾ ചെയ്യാൻ തന്നെ ശ്രമിച്ചിരുന്നു. എങ്കിൽ പോലും മാർക്ക് വളരെ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു ആ നാളുകളിലെല്ലാം തന്നെ. മാർക്കിനെയും മാർക്കിൻ്റെ ഡോണയുടെ മോളായിട്ടുള്ള ബെയിലിനെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് ഡോണയുടെ ഫാമിലി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇമ്മീഡിയറ്റ്ലി സ്പ്രിംഗ്ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ ടേൺസ് എടുത്തിട്ടായിരുന്നു ബെയിലിയുടെ കാര്യം നോക്കാൻ വേണ്ടി മാർക്ക് ഇവരുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരാഴ്ച സാറാ ജെയിൻ നിൽക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ജെന്നി വന്ന് നിൽക്കും, പിന്നെ അടുത്ത ആഴ്ച മിഷേൽ വന്ന് നിൽക്കും. ഇങ്ങനെയായിരുന്നു അവർ ടേൺസ് എടുത്ത് ഇവർ തിരിച്ച് ഇവരുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഇടയ്ക്കൊക്കെ മാർക്കാണെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള മൂവീസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ബട്ട് കാരണം അത് മാർക്കിൻ്റെ ഒരു നേച്ചറല്ല അങ്ങനത്തെ ഒരു ജോണർ മൂവീസ് കാണുന്നുണ്ടായിരുന്നത് പണ്ട്. അത് മാത്രമല്ലാണ്ട് ആൾ ഒത്തിരി അധികം ആൽക്കഹോളും കുടിക്കാൻ തുടങ്ങി. പിന്നെ തീരെയും ആൾക്കാരായിട്ടുള്ള സംസർഗം ലൈക്ക് ആൾക്കാരോട് സംസാരിക്കുന്നത് തീരെയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാളുകളിലെല്ലാം. പിന്നെ ഓരോരുത്തരും അവരുടേതായ ലോസ് ഗ്രീവ് ചെയ്യുന്നത് ഓരോ രീതിയിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോണയുടെ ഫാമിലി അതിനുള്ളൊരു സ്പേസ് മാർക്കിന് കൊടുത്തു. ലൈക്ക് ആൾ പയ്യെ നിന്ന് പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ അവർ ബെയിലിയുടെ കാര്യങ്ങളെല്ലാം നോക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അറേഞ്ച്മെൻറ്റിൽ വരാൻ തുടങ്ങി. പക്ഷേ അതൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണെന്ന് അല്ല എന്ന് അവർക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മനസ്സിലായി. ബിക്കോസ് ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു ലൈഫ് വേറെ സ്ഥലത്ത് ഉണ്ടല്ലോ. സോ അവരുടെ ഫാമിലിയിൽ അവിടെ വിട്ടിട്ട് ഇവിടെ ഒരാഴ്ച വന്ന് നിൽക്കുക, പിന്നെ വീണ്ടും അങ്ങോട്ട് പോവുക. അപ്പോൾ രണ്ട് ഫാമിലിനെ നോക്കാൻ പറ്റാത്തൊരു ഡിഫിക്കൽട്ട് സിനാരിയോയിലായപ്പോൾ ഡോണയുടെ ഫാമിലി തന്നെയാണ് മാർക്കിനോട് പറഞ്ഞത് എന്തുകൊണ്ടൊരു ലിവ് ഇൻ നാനിനെ നിനക്ക് നോക്കിക്കൂടാ എന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഡോണ മരിച്ച ഒരു 6 മാസത്തെ ഉള്ളിൽ മാർക്ക് റെബേക്ക സ്കിം എന്ന് പറയുന്ന ഒരു 26-കാരിനെ ലിവ് ഇൻ നാനിയായിട്ട് ഹയർ ചെയ്തു. റെബേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെബേക്ക വാസ് ദിസ് പേഴ്സൺ വിത്ത് ഹാർട്ട് ഓഫ് ഗോൾഡ് എന്നാണ് റെബേക്കയുടെ അല്ല ഡോണയുടെ ഫാമിലി റെബേക്കിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത്. I don't want to like her, but she just didn't give any reason not to like her എന്നാണ് ജെനി ഒരു ഇൻ്റർവ്യൂവിൽ റെബേക്കിനെ കുറിച്ച് പറഞ്ഞത്. റെബേക്കയുടെ കാഴ്ചപ്പാടിൽ വെറും 3 മാസം കൊണ്ട് തന്നെ 2 അമ്മമാരെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു ബെയിലി. ആൻഡ് ബെയിലിയുടെ ലൈഫിൽ കൊടുക്കാവുന്നത്രയും സ്നേഹം കൊടുത്ത് പൊന്നുപോലെ ബെയിലിനെ നോക്കണമെന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് റെബേക്ക ഈ ജോലിയിലേക്ക് വരുന്നത് തന്നെ. I just felt like she deserved the best. Say hi. Can you say hi to Grandma? Stand up here. Show Grandma how you stand in your crib. I was blown away at what this little girl had been through in her life in such a short time. She lost 2 mothers by the time she was 3 months old. And she was still smiling. Can you say hi? There she is, standing at her crib. It was a big responsibility, but I was ready for her. Bailey made me a mom. There she is, most beautiful girl in the world. There she is. ഡോണയുടെ ഫാമിലി 2 കൈ നീട്ടി തന്നെ റെബേക്കനെ സ്വീകരിച്ചു. എന്നിട്ട് റെബേക്ക എത്രത്തോളം കംഫർട്ടബിൾ ആവാൻ പറ്റുമോ അത്രത്തോളം കംഫർട്ടബിൾ ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളൊഴികെ ഡോണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡീൻ ഷോസ്. ഡീൻ വീട്ടിലുള്ളപ്പോഴൊക്കെയും റെബേക്ക വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു. ഇൻഫാക്ട് റെബേക്കയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഡീൻ പലപ്പോഴും ഡോണയെ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നത് പോലെ. അങ്ങനെ കുറച്ച് മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോയി.
അപ്പോഴാണ് എല്ലാവരെയും ഷോക്ക് ചെയ്തിട്ട് റെബേക്ക ആൻഡ് മാർക്ക് എൻഗേജ്ഡ് ആവാൻ പോകുന്നു, അതുപോലെ അവർ എക്സ്പെക്റ്റിംഗ് ആണെന്നുള്ളൊരു ന്യൂസും പുറത്തു വരുന്നത്. ഇത് ഇൻഫാക്റ്റ് റബേക്കയ്ക്ക് തന്നെ ഒരു ഷോക്കായിരുന്നു. ബിക്കോസ് മാർക്ക് റബേക്കയുടെ അടുത്ത് പറഞ്ഞത് തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് റബേക്ക പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും റോളിൽ നിന്ന് ഒരു കൊച്ചിനെ നോക്കുമ്പോൾ അതിൽ നിന്ന് സ്നേഹം വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ദേ ഫെൽ ഇൻ ലവ് ഓർഗാനിക്കലി. അത് മാത്രമല്ല, മാർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് made her feel that she is this angel sent from above by God or by Donna to make this whole family whole again എന്നാണ് മാർക്ക് എപ്പോഴും റബേക്കയ്ക്ക് കൊടുത്ത ഒരു ഫീല്. ആൻഡ് അത് ഇൻഫാക്റ്റ് ആൾ വെർബലിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താനും. ആൻഡ് റബേക്ക വാസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ഷീ വിൽ മേക്ക് ദിസ് ഫാമിലി ഹോൾ അഗെയിൻ എന്ന്. അങ്ങനെ ഇവഞ്ച്വലി ഡോണയുടെ ഫാമിലിയുടെ ബ്ലെസ്സിങ്ങും എല്ലാവരുടെ ബ്ലെസ്സിങ്ങും കിട്ടിയിട്ട് അവർ ഹവായിൽ 1996 ഒക്ടോബറിൽ ദേ ബോത്ത് ഗോട്ട് മാരീഡ്. മാർക്ക് റബേക്കയുടെ കൂടെ ക്രിസ്ത്യൻ ചേർച്ച് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരു ജൂ ആയിരുന്നിട്ട് പോലും കുട്ടികളെ ക്രിസ്ത്യൻ ബിലീഫ് സിസ്റ്റത്തിൽ വളർത്താനായിരുന്നു, ഫെയ്ത്തിൽ വളർത്താനായിരുന്നു മാർക്കിന് കൂടുതൽ താല്പര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഓഫ് ഫെയ്ത്ത് എന്ന് മാർക്കിൻ്റെ റബായി ചോദിച്ചപ്പോൾ മാർക്ക് പറഞ്ഞത്, ജുഡായിസം ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോളോ ആൻഡ് ഇറ്റ്സ് അൺഫൊഗീവിങ് എന്നാണ് മാർക്ക് പറഞ്ഞത്. റബായി ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തിനാണ് നീ ഫൊഗീവ്നെസ് നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടി മാർക്ക് കൊടുത്തിരുന്നില്ല. അങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി. ബെസ്റ്റ് വ്യൂ ഡ്രൈവിൽ ഡോണയും മാർക്കും ഒരുമിച്ച് വാങ്ങിയ, അവരൊരുമിച്ച് അവരുടെ ജീവിതം സ്പെൻഡ് ചെയ്ത, അതുപോലെ തന്നെ ഡോണ കൊല്ലപ്പെട്ട ആ വീട് ഡിസ്പോസ് ചെയ്തു. അതിനുശേഷം പ്ലസന്റ് പ്ലെയിൻസ്, സ്പ്രിംഗ്ഫീൽഡ് തന്നെയുള്ള പ്ലസന്റ് പ്ലെയിൻസ് എന്ന സ്ഥലത്ത് ഒരു വലിയ ഫാം ഹൗസും 4 ഏക്കർ സ്ഥലമുള്ള ഒരു വലിയൊരു ഫാം ഹൗസ് അവർ വാങ്ങി. അതിൻ്റെ കൂടെ തന്നെ മാർക്കിനും റബേക്കയ്ക്കും 3 കുട്ടികൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നെക്സ്റ്റ് 3 ഇയേഴ്സിൽ അവർക്ക് 3 കുട്ടികൾ ഉണ്ടായി. മാർക്ക് മൂവ്ഡ് ഓൺ വിത്ത് ഹിസ് ലൈഫ്. ഹി ഓൾസോ ഗോട്ട് എ പ്രൊമോഷൻ ഇൻ ഹിസ് കരിയർ. ദേ വർ ദിസ് one big family, happy family. And മാർക്ക് പയ്യെ ആളുടെ ട്രോമാസ് എല്ലാം മറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നു. മാർക്ക് ഇങ്ങനെ മൂവ് ഓൺ ചെയ്തെങ്കിലും ഈ ദുരന്തത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാത്ത വേറെ 2 പേരുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, റോജർ ഹാരിങ്ടൻ്റെ അമ്മ ഹെലന ആൻഡ് സിസ്റ്റർ ബാർബറ ആയിരുന്നു. അവരൊരിക്കലും വിശ്വസിച്ചിട്ടില്ല റോജർ ഹാരിങ്ടൺ ഇങ്ങനൊരു കൊലപാതകം ചെയ്തു എന്ന്. റോജർ ഹാരിങ്ടൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂവിൽ അമ്മ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ അടിക്കുക പോലും എൻ്റെ മോൻ ചെയ്യാറില്ല, ഒരിക്കലും വയലന്റ് നേച്ചർ ഇല്ലാത്ത ഒരാളാണ് റോജർ എന്നും, അടിക്കുക പോലും ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് ഒരാളെ കൊല്ലുക എന്നാണ് ഹെലന ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോജറിൻ്റെ സിസ്റ്റർ ബാർബറയാണെങ്കിൽ റോജറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റോജർ എല്ലാവരെയും കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈവൻ ഈ റോജർ മരിക്കുന്നതിന് 2 ആഴ്ച മുന്നേ സഹോദരിനെ എവിടെയോ വെച്ച് കണ്ടപ്പോൾ ആള് ഒരു തിടുക്കത്തിലായിരുന്നു. ഫ്രണ്ടിൻ്റെ കൊച്ചിന് പാമ്പേഴ്സ് ഇല്ല, അത് വാങ്ങാൻ ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ഒരു $20 സഹോദരിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഉടനെ കാണാം എന്ന് പറഞ്ഞിട്ടാണ് ആളന്ന് പിരിഞ്ഞതെന്ന്. അടുത്തത് പിന്നെ സഹോദരി റോജറിനെ കാണുന്നത് റോജറിൻ്റെ ഫ്യൂണറലിൽ വെച്ചിട്ടാണ്. ഒരിക്കലും അങ്ങനെ ഒരു വയലൻസോ അങ്ങനെയൊന്നും ഒരു ബൈ നേച്ചർ ഇല്ലാത്തൊരു വ്യക്തിയാണ് റോജർ എന്നാണ് റോജറിൻ്റെ സഹോദരിയും റോജറിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഈ ഒരു കഥ വിശ്വസിക്കാനേ പറ്റിയിരുന്നില്ല. എങ്കിൽ പോലും സമൂഹം ഇവർക്കെതിരായതുകൊണ്ട് അവർക്ക് ഇത് പുറത്ത് പറയാൻ പറ്റാണ്ട് ഉള്ളിൽ വെച്ച് തന്നെ അവർ ഇത് ഗ്രീവ് ചെയ്ത് അവരുടെ സഹോദരൻ്റെ ലോസും മകൻ്റെ ലോസും ഇതൊരു അനീതിയാണെന്ന് കൂടി പറയാൻ പറ്റാണ്ട് അവർ അത് ഉള്ളിൽ വെച്ച് തന്നെയാണ് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരിതിൽ ഒറ്റയ്ക്കായിരുന്നില്ല. ഡിറ്റക്റ്റീവ് ചാർലി കോക്സിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഡിറ്റക്റ്റീവ്
ഡഗ് വില്യംസന് ഒരിക്കലും മാർക്ക് പറഞ്ഞ സ്റ്റോറി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൾക്കത് വിശ്വസനീയമായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല അന്ന് തന്നെ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട്. കാരണങ്ങൾ ഫോഴ്സ്ഡ് എൻട്രി ആ വീട്ടിലേക്ക് ഉണ്ടായിട്ടില്ല. ആരോ റോജറിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. മാർക്ക് റോജറിനെ കണ്ടിട്ട് തന്നെ ഇല്ലെന്ന്, അതുകൊണ്ടാണ് മാർക്ക് ഇൻട്രൂഡറിൻ്റെ പേര് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ഡോണയായിരിക്കും വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഡോണ എന്തുകൊണ്ട് ബെയിലിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ട് റോജർ ഡോണനെ സ്റ്റോക്ക് ചെയ്യുന്നു എന്നൊക്കെ അവരെല്ലാം കളക്റ്റീവ്ലി വിചാരിക്കുന്ന ഈ റോജറിന് വേണ്ടി ഒറ്റയ്ക്ക് പോയി വാതിൽ തുറന്നു കൊടുക്കുന്നത് that doesn't make sense. Secondly, ഒരാൾ ആക്രമിക്കാനോ കൊല്ലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇപ്പം എന്തിനെൻ്റെ ജോലി കളഞ്ഞു എന്നൊക്കെ ചോദിക്കാൻ തന്നെ വരാണെങ്കിൽ തന്നെയും ഒരിക്കലും കോഫി മഗ്ഗും സിഗരറ്റ് ബഡും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലില്ല. സോ എന്തുകൊണ്ട് അവിടെ നിന്ന് റോജറിൻ്റെ ഈ കോഫി മഗ് സിഗരറ്റ് ബെഡൊക്കെ അവിടെ നിന്ന് കിട്ടി? അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ആയിട്ടുള്ളത്, നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ റോജർ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഒരിക്കലും നെയ്ബേഴ്സ് എല്ലാം കാണത്തക്ക വിധം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യില്ലല്ലോ. അങ്ങനെയാണ് റോജറിൻ്റെ വണ്ടി പാർക്ക് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ്ലി, മാർക്കിനെ റോജറിന് പരിചയമില്ല, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഡോണനെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത് ഇവർ. അങ്ങനെ ഡോണനെ തേടിയാണ് റോജർ എന്തായാലും വന്നിട്ടുണ്ടാവുക ആ വീട്ടിൽ. അപ്പോൾ ഓഫ് കോഴ്സ് ഡോണ വിങ്ങർ എന്നാണല്ലോ സ്റ്റിക്കി നോട്ടിൽ പേര് എഴുതേണ്ടത്. പക്ഷെ അതിൻ്റെ പകരമായിട്ട് മാർക്ക് വിങ്ങർ 4:30 PM എന്നാണ് റോജറിൻ്റെ കാറിൽ സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ കാരണങ്ങളൊക്കെ വെച്ചിട്ട് ഡഗ് വില്യംസിന് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു എന്തോ ഈ പറയുന്ന കഥയിൽ എന്തൊക്കെയോ മിസ്മാച്ച് ഉണ്ടെന്ന്. അത് ചാർലി കോക്സിനോട് പറഞ്ഞു. ബട്ട് ചാർലി കോക്സ് വാസ് ലൈക്ക്, ദിസ് സ്റ്റോറി ഈസ് ലൈക്ക് ഔട്ട് ആൻഡ് ഡ്രൈ, ലൈക്ക് നീ അധികം ഓവറായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അങ്ങനെയൊന്നും ലൈക്ക് ആളത് മുഖവിലേക്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ കേസ് ക്ലോസ് ആയി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാർക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ തൻ്റെ തോക്ക് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസിന് അത് തിരിച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഒരു വിക്ടിം ഇങ്ങനെ ഒരു കേസ് ക്ലോസ് ആയതിനു ശേഷം വീട്ടിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരിക, എന്നിട്ട് ആ കേസിനെ കുറിച്ച് പ്രോബ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതൊക്കെ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വിക്ടിം ചെയ്യുന്നതിൽ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് കോക്സ് മാർക്കിൻ്റെ അടുത്ത് ഒരു അരമണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ സെഡ് പ്ലീസ് മൂവ് ഓൺ, ഇനി ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തിരികെ വീണ്ടും മാർക്ക് വന്നിട്ട് ചാർലി കോക്സിനോട് ആളെ ലൈഫ് അപ്ഡേറ്റ്സ്, ഞാൻ റെബേക്കിനെ കല്യാണം കഴിക്കാൻ പോവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയും വീണ്ടും കേസിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ ചാർലി കോക്സിന് ഇവിടെ എന്തോ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. Want to know how the case was going, and as far as I was concerned, he should have just accepted it was closed. And he kept coming in. I kept feeling like he was trying to find out if we were checking into anything. And I went back to Doug and said something's wrong here, big time. ഇമ്മീഡിയറ്റ്ലി ആളുടെ ബോസിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് കേസ് ഒന്നും കൂടി റീഓപ്പൺ ചെയ്യാൻ പറ്റുമോ, റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആളുടെ ബോസ് പറഞ്ഞു, ഇത് വളരെ ഈ കേസ് ഒത്തിരി ഹൈ മാഗ്നിറ്റ്യൂഡ് കേസ് ആയതുകൊണ്ട് തന്നെയും നിൻ്റെ കയ്യിൽ സോളിഡ് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും മിസ്റ്റർ വിങ്ങറിനെ നാണം കെടുത്താൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ കേസ് ഓപ്പൺ ചെയ്തതുകൊണ്ട്. സോ വല്ല സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോവാ, അപ്പം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് കോക്സിനെ തിരിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും എല്ലാം കടന്നുപോയി. മാർക്ക് പിന്നീട് വിവാഹം കഴിക്കും, 3 കുട്ടികളുണ്ടാകുക. ഞാൻ പറഞ്ഞ പോലെ പ്രൊമോഷൻ കിട്ടി, ജോലിയിൽ വേറെ വീട് വാങ്ങി. അതുപോലെ തന്നെ ഡോണയുടെ ഫാമിലിയായിട്ട് ആൾ തീർത്തും ലൈക്ക് ഹി കട്ട് ഔട്ട് ഡോണാസ് ഫാമിലി കംപ്ലീറ്റ്ലി. ഇൻഫാക്ട് സാറ ആൻഡ് ഇറ ട്രിഷറിന് ഒരു കത്ത് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇനി മുതൽ ബെയിലി ഒരിക്കലും അവരെ ഗ്രാൻഡ്പ എന്ന് അഭിസംബോധന ചെയ്യുകയില്ല എന്നും അതെന്തുകൊണ്ടാണ് പ്ലീസ് അങ്ങനെ ചെയ്യരുതെന്ന് ബെഗ് ചെയ്തിട്ട് സാറ ഒരു കത്ത് അങ്ങോട്ട് തിരിച്ചയച്ചപ്പോൾ ആൾ പറഞ്ഞത് സോറി ദാറ്റ് വോണ്ട് ഹാപ്പൻ എന്നാണ് മാർക്ക് തിരിച്ച് പറഞ്ഞത്. സോ അവർ തമ്മിലുള്ള കണക്ഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കട്ടായിട്ടുണ്ടായിരുന്നു.
I begged him, please let her call me Grandma. And he said, I'm sorry. There's no way that I am going to allow her to call you Grandma. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് 24 മണിക്കൂർ, ഡോണ മരിച്ച് 24 മണിക്കൂറിൽ തന്നെ ഡോണയുടെ പുറത്തുള്ള ഇൻഷുറൻസ് എമൗണ്ട് ക്ലെയിം ചെയ്ത് $150,000 സെറ്റിൽമെന്റ് വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന്. ഓൾസോ ഈ സ്റ്റേറ്റ് ഓഫ് മിനസോട്ടയുടെ വിക്ടിം കോമ്പൻസേഷൻ യൂണിറ്റിൽ നിന്ന് മാക്സിമം പേ ഔട്ട് ആയിട്ടുള്ള 25,000 ആള് ക്ലെയിം ചെയ്ത് വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്കെതിരെ ഒരു സിവിൽ ലോ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് യുനോ ദേ വർ അക്കൗണ്ടബിൾ ഇൻ ദിസ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ബിക്കോസ് ദേ ഹയർഡ് എ ഡേഞ്ചറസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിവിൽ ലോ സ്യൂട്ട് അവർക്കെതിരെയും ഹാരിങ്ടൺ എസ്റ്റേറ്റിനെതിരെയും ആൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് അതിൽ പ്രത്യേകിച്ചുള്ളൊരു പാരമാറ്റിക് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് സ്റ്റാഗ്നൻ്റ് ആയിരുന്നു ഫോർ 3 years. അതിനുശേഷം ആ 3 years എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1999 ഈ 1999 ഡോണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡീൻ ഷോൾസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ആൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൺഫസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് വരുന്നത്. ഡീൻ ഷോൾസിന് എന്താണ് പറയാനുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീൻ ഷോൾസ് റിവീൽഡ് ദാറ്റ് ഷീ വാസ് ഇൻ എൻ അഫെയർ വിത്ത് മാർക്ക് ജസ്റ്റ് ബിഫോർ ഡോണ മരിക്കുന്നതിൽ 1 മാസം മുമ്പ് ഇവർ തമ്മിലൊരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് ഡീൻ കൺഫസ് ചെയ്തു. അത് എല്ലാവരെയും ഷോക്ക് ചെയ്യുന്ന ഒരു ഹെഡ് ടേണർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് എവ്രിബഡി വാസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ഈ ന്യൂസ് കേട്ടപ്പോൾ. ഈ അഫെയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോണയുടെ അടുത്ത് ഡീൻ പോയിട്ട് പറഞ്ഞു ഡീനിൻ്റെ മാരേജ് ആ സമയത്ത് പാർട്ട്ണറായിട്ടുള്ള മാരേജ് വർക്ക്ഔട്ട് ആവുന്നില്ല. ഐ മീൻ ഷീസ് തിങ്കിങ് ഓഫ് ഡിവോഴ്സിങ് ഹിം ആൻഡ് ദെൻ മൂവിങ് ടു മിനസോട്ട എന്നൊക്കെ പറഞ്ഞ് ഡോണയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ ഡോണ തോട്ട് നീ എന്തുകൊണ്ട് മാർക്കിൻ്റെ അടുത്ത് സംസാരിച്ചൂടാ, ലൈക്ക് ബിക്കോസ് മാർക്ക് ക്യാൻ ഗിവ് യു എ വെരി ഗുഡ് പെർസ്പെക്റ്റീവ് അബൌട്ട് ഫ്രം മെൻസ് സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മേ ബി അവർക്ക് അവരുടെ മാരേജ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഡോണ മാർക്കിൻ്റെ അടുത്തും പോയിട്ട് പറഞ്ഞു ഡീനിനെ ഒന്ന് മീറ്റ് ചെയ്യോ, ഡീനോട് സംസാരിക്കുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ മാർക്കും എഗ്രി ചെയ്തു. അങ്ങനെ മാർക്കും ഡീനും കൂടി നെക്സ്റ്റ് ഡേ തന്നെ ഒരു കഫേയിൽ മീറ്റ് ചെയ്തു. ആ മീറ്റിങ്ങിൽ മാർക്ക് കൊടുത്ത അഡ്വൈസ് ഡീന് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയും അവരന്ന് തന്നെ ഒരു ഹോട്ടൽ റൂം അവർക്ക് വേണ്ടി ബുക്ക് ചെയ്തു. എന്നിട്ട് ദ അഫെയർ സ്റ്റാർട്ടഡ് ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്. എല്ലാ ദിവസവും 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യായിരുന്നു. അവർ പലപ്പോഴും ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്ത് മീറ്റ് ചെയ്യായിരുന്നു. ചിലപ്പോൾ കാറിൽ മീറ്റ് ചെയ്യായിരുന്നു, ചിലപ്പോൾ അവരവരുടെ വീടുകളിൽ പാർട്ട്നേഴ്സ് ഇല്ലാത്തപ്പോൾ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഹാഡ് സെക്സ് ഓൾസോ ദേർ. ആൻഡ് അങ്ങനെ അവർ ഒരു വട്ടം തമ്മിൽ കണ്ട് മീറ്റ് ചെയ്ത സമയത്ത് മാർക്ക് ഡീൻ്റെ അടുത്ത് പറയുകയായിരുന്നു ഡോണ മരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ കല്യാണം നടത്താനായിട്ട്. കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ബെയിലിയുടെ കസ്റ്റഡിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട വരില്ല. നീ ആകെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, യു പ്ലേ ദിസ് സ്മോൾ റോൾ. അതായത് മാർക്ക് വീട്ടിലില്ലാത്ത സമയത്ത് ഡോണയുടെ ബോഡി വീട്ടിൽ വന്ന് കാണുന്ന ഒരു റോള് മാത്രം നീ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഡീൻ തോട്ട് മാർക്ക് തമാശ പറയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഡീന് പറഞ്ഞു എന്തായാലും നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. He mentioned that it would be easier if Donna just died. He had said that he would be out of town, and he mentioned me coming and finding Donna. That was the gist of the conversation. Her body. Yes, and I said you're crazy. Mark even went ahead and bought wedding rings എന്നാണ് ഡീൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഇരിക്കലാണ് മാർക്കിന് ഈ ഡോണയുടെ ഈ കാർ റൈഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് കേട്ടത്. അത് കേട്ട ഉടനെ തന്നെ മാർക്ക് പാസ്ഡ് എ കമന്റ് ദാറ്റ് ഐ നീഡ് ടു ഗെറ്റ് ദിസ് ഡ്രൈവർ ഹോം എന്ന് പറഞ്ഞു ഡീനയുടെ അടുത്ത്. പിന്നീട് ഈ ഡോണയുടെ മരണം സംഭവിക്കുകയും അതൊക്കെ അതിനുശേഷം ഡീൻ മാർക്കിനെ കാണാൻ വരുമായിരുന്നു. ആ അഫെയർ പിന്നെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ന്യൂസിലെല്ലാം ഇവരുടെ കേസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ മാർക്ക് ഒരു വട്ടം ന്യൂസ് പേപ്പർ നോക്കിയിട്ട് പറയാം ഇതുപോലെയൊന്നും അല്ല അന്ന് സംഭവിച്ചത്, പിന്നെ മരിച്ചവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു കാഷ്വൽ കമൻറ്റ് പാസ് ചെയ്തു. അത് പിന്നെ ഡീൻ അതിനൊന്നും അത്ര ഇത് കൊടുത്തില്ല. ബിക്കോസ് അന്ന് ഡീനിൻ്റെ
ഡീൻ വാസ് ബ്ലൈൻഡഡ് ബൈ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ മാർക്ക് എന്തെങ്കിലുമൊക്കെ ഈ മരണം കാരണം അതിൻ്റെ ഇതിൽ പറയുന്നതാണെന്ന് മാത്രമേ ഡീന് വിചാരിച്ചുള്ളൂ. ബട്ട് ഇവഞ്ച്വലി മാർക്ക് ഒരു 5 മാസം കഴിഞ്ഞ് ആ റബേക്കേനെ ഹയർ ചെയ്ത സമയത്ത് തന്നെ ഡീനായിട്ട് ബ്രേക്കപ്പായി. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കണം റബേക്കനെ ഹയർ ചെയ്തതൊന്നും ഡീന് ഇഷ്ടപ്പെടാതിരുന്നതും റബേക്ക വാസ് അൺകംഫർട്ടബിൾ എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദിസ് റീസൺ. എന്നിട്ട് ഡീൻ ഈ പ്രേമെല്ലാം പോയി കഴിഞ്ഞ് അപ്പോഴാണ് ആള് റിയലൈസ് ചെയ്യുന്നത് ഈ ജിക്സോ പസിൽ കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത് ആ സമയത്താണ്. മേ ബി ഇതിനെല്ലാം പിന്നിൽ മാർക്കായിരിക്കും എന്നുള്ള തോട്ട് ആൾക്ക് വന്നു. ദെൻ ഡീൻ്റെ ലൈഫ് വാസ് really downfall because അതിനുശേഷം she was severely depressed and she tried to ഈ ഗിൽട്ട് പ്രിക്ക് ചെയ്തിട്ട് 2-3 times ആള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. I wish that she would have lived and I would have died. I would have traded places. She didn't deserve to die. She shouldn't have died. I started drinking, tried to overdose. I wanted to die. അങ്ങനെ ഇരിക്കലെ ഒരു വട്ടം ഈവൻ ഡീൻ മാർക്കിനെ വിളിച്ച് കൺഫ്രണ്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ ലൈക്ക് ഡിഡ് യു കമ്മിറ്റ് ദിസ് മർഡർ എന്ന് ചോദിച്ചപ്പോൾ മാർക്ക് പറഞ്ഞത് എങ്ങനെയാണ് ആ ഗിൽറ്റ് വെച്ച് നിനക്കിങ്ങനെ ജീവിക്കാൻ കഴിയണേ എന്ന് ചോദിച്ചപ്പോൾ മാർക്കിൻ്റെ ഉത്തരം ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി ആൻഡ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്നാണ് മാർക്ക് പറഞ്ഞത്. അപ്പോൾ ഡീന് പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാർക്ക് പാസ് ചെയ്ത കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവർ പോലീസിനോട് പറയുകയാണെങ്കിൽ നിൻ്റെയും എൻ്റെയും കാര്യം അവതാളത്തിലാവും എന്ന് പറഞ്ഞിട്ട് ആൾ പിന്നീടുള്ള കോൺവെർസേഷൻ ഒന്നും എൻകറേജ് ചെയ്യാണ്ട് ഫോണ് ഡിസ്കണക്ട് ചെയ്യാണ് ചെയ്തത്. പിന്നീട് മാർക്കും ഡീനും തമ്മിൽ കോൺവെർസേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ കുറ്റബോധം കാരണമാണ് ഡീന് അവസാനം പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നതെല്ലാം, ഈ എല്ലാ ഫുൾ സ്റ്റോറി നരേറ്റ് ചെയ്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ മാർക്ക് ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനീനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കേസിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു എമൗണ്ട് ആയിട്ട് ഒരു 1.5 മില്യൺ എമൗണ്ട് മാർക്കിന് കൊടുക്കാം എന്നുള്ളൊരു ഏകദേശം ഘട്ടമായപ്പോൾ ഡീൻ ഇതറിഞ്ഞിട്ട് ആ കമ്പനിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഡോണ്ട് പേ ഹിം ഓഫ്, കാശൊന്നും കൊടുക്കരുത് ബിക്കോസ് പോലീസ് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നീടുള്ള ഡീറ്റെയിൽസ് ഇതാരാണ് ഈ കോൾ ചെയ്യണേ എന്ന് പോലും അവർക്ക് ഡീൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇവഞ്ച്വലി ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുടെ അറ്റോർണീസ് ഫൗണ്ട് ഔട്ട് ഇറ്റ് വാസ് ഡീൻ. എന്നിട്ട് ഡീനിനെ തിരിച്ച് ഇവരുടെ ഓഫീസിലേക്ക് വിളിച്ച് ഡീനെ കൊണ്ട് 60 പേജുള്ള ഒരു സോൺ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി ദാറ്റ് ദേ വർ ഇൻ അഫെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി. ഈ ഒരു സമയത്ത് പോലീസും കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ദിസ് ഈസ് ലൈക്ക് എ സോളിഡ് എവിഡൻസ്, ഒരു വൺ ഓഫ് ദ സ്ട്രോങ് എവിഡൻസ് ആണല്ലോ മാർക്കിനെതിരെ ഉള്ളത്, ഈ ഡീൻ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് അതിൻ്റെ ബലത്തിൽ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്ക് ഇത് കിട്ടിയ ഡീൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയ ഉടനെ തന്നെ ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ഒത്തുചേർന്ന് ലൈക്ക് ദേ ഹയേർഡ് എ ക്രൈം സീൻ അനലിസ്റ്റ്, ടോം ബെവിൽ എന്ന പേരായിട്ടുള്ള ക്രൈം സീൻ അനലിസ്റ്റിനെ ഹയർ ചെയ്തു. അവൻ്റെ ഫൈൻഡിങ്സ് ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഡോണേനെ ഹാമർ കൊണ്ട് സ്മാഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബ്ലഡ് പാറ്റേൺ അല്ല റോജർ ഹാരിങ്ടൻ്റെ ഡ്രസ്സുമേ ഉണ്ടായിരുന്നത്. ഇൻഫാക്റ്റ് വളരെ കുറച്ച് ബ്ലഡ് മാത്രമേ റോജർ ഹാരിങ്ടൻ്റെ ഡ്രസ്സുമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളെ ക്ലോസ് റേഞ്ചിൽ ഇങ്ങനെ സ്കള്ള് സ്മാഷ് ചെയ്യുമ്പോൾ തെറിക്കുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് വെച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ റോജർ ഹാരിങ്ടൺ ഡ്രസ്സുമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, മാർക്കിൻ്റെ ഡ്രസ്സുമേ അതിൽ കൂടെ ഒരാളെ ക്ലോസ് റേഞ്ചിൽ സ്മാഷ് ചെയ്യുന്നതിൻ്റെ അതേപോലത്തെ ബ്ലഡ് പാറ്റേൺസ് ആണ് മാർക്കിൻ്റെ ഡ്രസ്സുമേ ഉണ്ടായിരുന്നത്, മാർക്കിട്ടുണ്ടായിരുന്ന ടീഷർട്ടുമേ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അത്രയും ബ്ലഡ് മാർക്കിൻ്റെ ദേഹത്ത് ഉണ്ടായിരുന്നപ്പോൾ അന്ന് മാർക്ക് പറഞ്ഞത് ഞാൻ ആ 911 കോൾ ചെയ്തതിന് ശേഷം ഭാര്യയുടെ അടുത്ത് പോയി ഭാര്യനെ കെട്ടിപ്പിടിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോഴും ഒരാളെ അടിക്കുമ്പോഴും ഉണ്ടാവുന്ന പാറ്റേൺസ് രണ്ടും ഡിഫറെൻ്റ് ആണ് എന്നാണ് ടോംസ് പറഞ്ഞത്. തേർഡ് തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കിൻ്റെ കയ്യിൽ ഒരു പാച്ചി ഏരിയയിൽ ബ്ലഡേ ഉണ്ടായിരുന്നില്ല.
റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ് ആൻഡ് എവറിത്തിങ് ലൈക്ക് അവിടെയൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പെർട്ടിക്കുലർ യു പാച്ച് പോലെയുള്ള സ്ഥലത്ത് ബ്ലഡിനല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കതും ഇഫ് ഈസ് ഹോൾഡിങ് സംതിങ് ആൻഡ് ട്രൈങ് ടു ഹിറ്റ് സമ്മൺ, ബാക്കിയുള്ളിടത്തൊക്കെ ബ്ലഡ് ഡിസ്പാച്ച് ചെയ്യും. പക്ഷെ ആ ഹോൾഡ് ചെയ്ത സ്ഥലത്ത് മാത്രം ബ്ലഡ് വരില്ലല്ലോ. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് അന്ന് മാർക്കിൻ്റെ ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോജറിനെ സക്സസീവായിട്ട് 2 പ്രാവശ്യം ഷൂട്ട് ചെയ്തു എന്നാണ് മാർക്ക് അന്ന് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റോജറിൻ്റെ ബുള്ളറ്റ് വൂൺസും അതിൻ്റെ ബ്ലഡ് പാറ്റേണും നോക്കുമ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഷൂട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരിട്ട് ഷൂട്ട് ചെയ്ത് പിന്നെ കുറച്ച് ടൈം ഗ്യാപ്പ് ഇട്ടിട്ടാണ് സെക്കൻഡ് ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിലെല്ലാം നിന്ന് ടോം കൺക്ലൂഡ് ചെയ്തത് ഇറ്റ് വാസ് എ സ്റ്റേജ്ഡ് ഡൊമസ്റ്റിക് ഹോമിസൈഡ് എന്നാണ് ടോമിൻ്റെ കൺക്ലൂഷൻ. ആൻഡ് ഇതിലേക്ക് റോജറിനെ ലൂർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവാം എന്നാണ് ടോം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഫൈനലി കൺക്ലൂഡ് ചെയ്ത് കൊടുത്തത്. ഈ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി നമ്മുടെ മാർക്കിന് എതിരെ ലൈക്ക് അക്യൂസിങ് ഹിം ഓഫ് മർഡർ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ ലോ സൂട്ട് പുറത്ത് വന്ന ഉടനെ തന്നെ റോജർ ഹാരിങ്ടൻ്റെ ഫാമിലി ഹാരിങ്ടൺസ് ഇമ്മീഡിയറ്റ്ലി റോങ്ഫുൾ ഡെത്ത് ലോ സ്യൂട്ട് ഫയൽ ചെയ്തു. ഇതെല്ലാം പുറത്തായപ്പോൾ മാർക്ക് ആ ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്കെതിരെയും ഹാരിങ്ടൺ എസ്റ്റേറ്റിനെതിരെയും ചെയ്ത ലോ സൂട്ട് പിൻവലിച്ചു. ബട്ട് ദ ഡാമേജ് ഇസ് ഓൾറെഡി ഡൺ. അതിന് പുറമെ ഇപ്പോൾ പോലീസും മാർക്കിൻ്റെ പിന്നാലെയുണ്ട്. അപ്പോഴാണ് പോലീസ് ചെയ്ത ഏറ്റവും ഒന്നാന്തര മണ്ടത്തരം അവർക്ക് മനസ്സിലാവുന്നത്. അതായത് അവർ മാർക്കിൻ്റെ ലീഗൽ ടീമിന് അന്ന് കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ ദം ഈ ബാർ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്കെതിരെയും ഹാരിങ്ടൺ എസ്റ്റേറ്റിനെതിരെയും കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേസിലുണ്ടായിരുന്ന എല്ലാ എവിഡൻസും അവർ മാർക്കിന് ലീഗൽ ടീമിന് ഹാൻഡ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ടീം ഈ എവിഡൻസ് എല്ലാം റിട്രീവ് ചെയ്തപ്പോൾ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം അപ്പോഴാണ് അവർ ആ പോളറോയിഡ് ഫോട്ടോസ് അന്നത്തെ ഫസ്റ്റ് ഓഫീസറായിരുന്ന ഡേവ് ബാരിങ്ങർ എടുത്തിട്ടുണ്ടായിരുന്ന പോളറോയിഡ് ഫോട്ടോസ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആൻഡ് അതൊരു ഗെയിം ചേഞ്ചറായിരുന്നു. ബിക്കോസ് ആ പോളറോയിഡ് ഫോട്ടോസിൽ നോക്കിയാൽ അറിയാം മാർക്ക് പറഞ്ഞ കഥയെ അല്ലായിരുന്നു അവിടെ നടന്നതെന്ന്. ബിക്കോസ് മാർക്ക് പറഞ്ഞ കഥ പ്രകാരം റോജർ ഡോണയുടെ പുറത്ത് കയറിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാർക്ക് ഷൂട്ട് ചെയ്യുന്നത്. മാർക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റോജർ താഴെ വീഴുമ്പോൾ റോജറിൻ്റെ കാല് ഡോണയുടെ തലയ്ക്ക് അടുത്തും റോജറിൻ്റെ തല ഡോണയുടെ കാലിൻ്റെ അടുത്തുമാണ് വരേണ്ടതായിരുന്നത്. ബട്ട് ഇൻസ്റ്റെഡ് ഇവർ 2 പേരും ഒരേ ദിശയിലേക്കാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതായത് റോജറിൻ്റെയും ഡോണയുടെയും തല സെയിം സ്ഥലത്തും അടുത്തടുത്ത്, കാലുകളും സെയിം സ്ഥലത്ത് അടുത്തടുത്താണ് വരുന്നത്. ഇത് തന്നെ മാർക്ക് പറഞ്ഞ ഫുൾ സ്റ്റോറി ബ്ലോ ചെയ്ത ഒരു വിസിൽ ബ്ലോവർ ആയിരുന്നു ഈ 3 ഫോട്ടോസ്. Take but 10 seconds. It was a smoking gun. Roger Harrington's body, the placement of that body in that photo blew Mark's story out of the water. It was over. Roger Harrington's head and feet were in the opposite way of what Mark told us happened. അങ്ങനെ പോലീസ് 2 വർഷം എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തു. നെയ്ബേഴ്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും എല്ലാവരുടെ അടുത്തു നിന്നും അവർ റീവിസിറ്റ് ചെയ്ത് അവിടെ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 2001 ആയപ്പോഴത്തേക്കും they had a very strong case against Mark Winger. 23rd August 2001, Mark Winger was arrested for the murder of Roger Harrington and Donna Winger. 23rd August 2001, Mark Winger was arrested for the murder of Roger Harrington and Donna Winger. Did you kill Donna? No. With that hammer? No, I did not. While he was waiting for his trial in jail, his bail was set at $10 million. ഈ $10 million കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. മാർക്കിൻ്റെ ഫ്രണ്ടിനോട് റിക്വസ്റ്റ് ചെയ്തു. ബട്ട് ആ ഫ്രണ്ട് റെഫ്യൂസ് ചെയ്തു. ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 20th May 2002 ഈ ഫുൾ വെയിറ്റിംഗ് പീരിയഡിലും ത്രൂ ഔട്ട് ട്രയലിലും മാർക്കിനെ സപ്പോർട്ട് ചെയ്ത് മാർക്ക് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് മാർക്കിൻ്റെ കൂടെ തന്നെ റെബേക്ക വിങ്ങറും ഉണ്ടായിരുന്നു.
ബിക്കോസ് റെബേക്ക തോട്ട് ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഇവർ പറയുന്ന പോലീസും ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ, ആൻഡ് എവിഡൻസ് വിൽ ഇവഞ്ച്വലി ക്ലിയർ ഹിം എന്ന് വിചാരിച്ചിട്ട് ഷീ വാസ് ദെയർ വിത്ത് ഹിം, സപ്പോർട്ടിങ് ഹിം ത്രൂ ഔട്ട് ദ ഹോൾ ട്രയൽ പീരിയഡ്. ട്രയലിലാണ് ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സ്റ്റോറീസ് പുറത്ത് വരുന്നത്, വിത്ത് എവിഡൻസ് ആൻഡ് നെയ്ബേഴ്സിൻ്റെയും അവരുടെ എല്ലാവരുടെയും കളക്റ്റീവായിട്ടുള്ള ഒപ്പീനിയൻസും അനലിസ്റ്റിൻ്റെ ഒപ്പീനിയനൊക്കെ വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സ്റ്റോറി പുറത്ത് വരുന്നത് അന്നാണ്. അപ്പോൾ ഇതാണ് അന്നത്തെ നെറേറ്റീവ്, ആക്ച്വലി ഉണ്ടായതിൻ്റെ നെറേറ്റീവ്. ഡോണയുടെ ഡ്രൈവ് കഴിഞ്ഞ് റോജറിനെതിരെ മാർക്ക് കംപ്ലൈൻറ്റ് ചെയ്ത് റോജറിൻ്റെ ജോലി പോയതിന് ശേഷം, അതായത് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്ക് റോജറിൻ്റെ മാനേജറിനെ വിളിച്ചിട്ട് എനിക്ക് റോജറിനോട് സംസാരിക്കണം ഡയറക്റ്റ്ലി എന്ന് പറയുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ മാനേജർ തോട്ട് ദാറ്റ് അവരുടെ തിങ്സ് ലെറ്റ് ദം വർക്ക് ഔട്ട് ബിറ്റ്വീൻ ദം എന്ന് വിചാരിച്ചിട്ട് റോജറിൻ്റെ പെർമിഷൻ എടുത്തിട്ട് റോജറിൻ്റെ ഡീറ്റെയിൽസ് മാർക്കിന് പാസ് ചെയ്തു. മാർക്ക് ഇമ്മീഡിയറ്റ്ലി റോജറിനെ വിളിച്ചിട്ട് ഈ കാര്യം സോർട്ട് ഔട്ട് ചെയ്യാം എന്ന രീതിയിൽ 4:30 PM ആളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നത്. റോജറിൻ്റെ കൂടെ ആ നേരം ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, ഹെർ നെയിം ഇസ് സൂസി കൊളിൻസ്, കേട്ടിട്ടുണ്ടായിരുന്നു. റോജർ 3:30 തന്നെ മാർക്കിനെ കാണാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് പോയി. നെയ്ബേഴ്സിൻ്റെ ഒക്കെ വിറ്റ്നസ് പ്രകാരം 3:50 ആയപ്പോൾ റോജർ നമ്മുടെ വിങ്ങർ റെസിഡൻസിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ബ്ലഡ് സ്പാറ്റർ അനലിസ്റ്റിൻ്റെ ഒക്കെ അനാലിസിസ് വെച്ചിട്ട് റോജർ വീട്ടിലേക്ക് കയറി വന്നു. മാർക്ക് വാതിൽ തുറന്നു. മാർക്ക് ഫോഴ്സ്ഫുള്ളി റോജറിനെ ആളുടെ നീസിൽ നിൽക്കാൻ പറഞ്ഞ് ഷൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടാവുക. ഒരു വട്ടേ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ ഷൂട്ടിങ്ങിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എന്തോ പറ്റി എന്ന് വിചാരിച്ച് പേടിച്ച് ഡോണ കിച്ചണിലേക്ക് ഓടി വരുന്നു. അവിടെ വെച്ചിട്ട് ഡോണേനെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് ആണ് ഡോണേനെ താഴെ ഇട്ടത് മാർക്ക്. ഇമ്മീഡിയറ്റ്ലി ആൾ 911 വിളിച്ചു. ആ 911 ശബ്ദരേഖയ്ക്ക് ഏറ്റവും ഒടുവിൽ കേൾക്കാം ഒരു മൂളക്കം. ആ മൂളക്കം പ്രോബബ്ലി നമ്മുടെ റോജർ എണീക്കാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ എഫേർട്ടായിരുന്നുണ്ടാവും. അത് കേട്ട ഉടനെ ആയിരിക്കും മാർക്ക് എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് പോകണം, കൊച്ചു കരയാണെന്നുള്ള എക്സ്ക്യൂസിൽ ഫോണ് കട്ട് ചെയ്തത് ഫസ്റ്റ് ടൈം. എന്നിട്ട് പോയിട്ട് വീണ്ടും ഷൂട്ട് ചെയ്തു. കാരണം നെയ്ബേഴ്സ് ക്ലിയർലി പറയുന്നുണ്ട് ഈ ഷൂട്ടിങ് സക്സസീവ് ആയിരുന്നില്ല, റാദർ ഒരു 5 മിനിറ്റ് ഗ്യാപ്പെങ്കിലും ഫസ്റ്റ് ഷൂട്ടും സെക്കൻഡ് ഷൂട്ടും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ പോയി രണ്ടാമത് ഷൂട്ട് ചെയ്തു. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ റെസ്പോണ്ടേഴ്സ് വന്നു, ആ കാര്യങ്ങളൊക്കെ നടന്നതാണ്. 29th of May 2012 the trial came to an end and the jury deliberated for 12 hours and they came out with the verdict that Mark Winger is guilty on 2 counts of first-degree murder and he was sentenced to life in prison without a chance of parole. ഈ വേർഡിക്റ്റ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഹാരിങ്ടൺ ഫാമിലിയാണ്. ഫോർ ദം ഇറ്റ് വാസ് സച്ച് എ റിലീഫ് ദാറ്റ് അവരുടെ മകൻ ഈ ഹോൾ ക്രൈമിൽ ഇന്നസെൻ്റ് ആണ് എന്ന കാര്യം, ലൈക്ക് ആരവനെ കൊന്നതിനേക്കാളും അവൻ ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് വന്നത് തന്നെ ഇറ്റ് വാസ് സച്ച് എ റിലീഫ് ഫോർ ദം. ആൻഡ് ബിക്കോസ് ഫ്രം ഡേ 1 ദേ നെവർ ബിലീവ്ഡ് റോജർ ഹാരിങ്ടണിന് ഒരാളെ കൊല്ലാൻ പറ്റുമെന്നുള്ള കാര്യം. സോ ദേ വർ റിലീവ്ഡ് ആൻഡ് ദേ വർ ഹാപ്പി. ഇനി ഇതിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ ചാർലി കോക്സ് റിയലി കെയിം ഫോർവേഡ്. ഒരു പോലീസ്മാൻ പുറത്ത് വന്ന് ഞാൻ ആ കേസ് അന്വേഷിച്ചത് ശരിയായില്ല എന്ന് പറയുന്നത് വളരെ റെയറാണ്. ബട്ട് ചാർലി കോക്സ് ഡിഡ് സേ സോ. ആൾ പറഞ്ഞു, ഐ ആം അഷെയിംഡ് ദ വേ ഹൗ വി ഹാഡ് ഹാൻഡിൽ ദ കേസ് എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അതിന് പോരാത്തതിന് ആൾ പറഞ്ഞു, ഐ ഡ്രാഗ്ഡ് Roger Harrington's name through hell after his death and he actually apologized to the Harrington family for this. I was ashamed of the way the investigation went. I hurt Roger Harrington's family. I run this kid through his name through hell for no reason. I mean, he was an innocent victim. I knew that finally my brother could rest in peace. Donna could rest in peace. ഈ ന്യൂസ് കേട്ട്
തകർന്ന് തരിപ്പണമായത് റബേക്ക സ്കിമായിരുന്നു. വെൻ ഷി ഗോട്ട് ദിസ് ന്യൂസ് ഷി വാസ് കംപ്ലീറ്റ്ലി ഷേക്കിംഗ് എന്നാണ് റബേക്ക പറഞ്ഞത്. ആൻഡ് റബേക്കയ്ക്ക് അറിയില്ലായിരുന്നു ഹൗ ടു റിയാക്ട് ടു ദിസ് ന്യൂസ്, ഹൗ ടു ഷെയർ ദിസ് വിത്ത് ഹെർ ചിൽഡ്രൻ എന്നുള്ളൊരു കാര്യം. ഇൻഫാക്ട് മാർക്ക് ജയിലിൽ പോയതിനു ശേഷം ഒരുപാട് കത്തുകൾ, നല്ല കത്തുകളൊക്കെ കുട്ടികൾക്ക് എഴുതി വിടാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ റബേക്ക വിചാരിച്ചത് ഫൈനലി ഇതെല്ലാം ക്ലിയർ ആവും എന്നാണ്. അവസാനം ഇതിനെല്ലാം ഉത്തരവാദി മാർക്കാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ റബേക്കയ്ക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമുള്ളൊരു കാര്യമായിരുന്നു. റബേക്ക എന്നൊരു പേഴ്സണെ വെച്ച് നിങ്ങൾ ഊഹിക്കുമ്പോൾ അറിയാമല്ലോ, അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു റബേക്ക. സോ റബേക്ക ഇമ്മീഡിയറ്റ്ലി അവരുടെ വീടിൻ്റെ പുറത്തുള്ള ലോൺ ഫോർക്ലോസ് ചെയ്തിട്ട് ബാങ്ക്രപ്സി ഫയൽ ചെയ്തു. അതിനുശേഷം അവരവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്തു കുട്ടികളുമായിട്ട്. കുട്ടികളുടെ പേരിൽ നിന്നും റബേക്കയുടെ പേരിൽ നിന്നും വിങ്ങർ എടുത്ത് മാറ്റി. ഷീ ആഡഡ് ഹെർ മെയ്ഡൻ നെയിം, ദാറ്റ് ഈസ് സ്കിം ആസ് ദെയർ ലാസ്റ്റ് നെയിം. അതിനുശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്റ്റേ അറ്റ് ഹോം മോമായിട്ട് വർക്ക് ചെയ്തിട്ട് അവരുടെ ഈ 4 പിള്ളേരെ ഇൻക്ലൂഡിങ് ബെയിലിനെ അവർ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തി. ഇവഞ്ച്വലി ബെയിലിനെ ഡോണയുടെ ഫാമിലിയായിട്ട് അവർ റീകണക്ട് ചെയ്യിപ്പിച്ചു. ആൻഡ് ബെയിലി വാസ് റിയലി ഹാപ്പി ദാറ്റ് ഷീ കുഡ് ഹാവ് ഓൾ ദിസ് കസിൻസ് ആൻഡ് ഓൾ ദിസ് ആൺസ് ഹു ലവ് ആൻഡ് അഡോർ ഹെർ. തിരിച്ച് ബെയിലിയുടെ ലൈഫിലേക്ക് അങ്ങനെ വന്നപ്പോൾ ബെയിലിയും ഒത്തിരി സന്തോഷവതിയായിരുന്നു. There's this whole big family that loves me, and Sarah Jane still has my baby picture on her kitchen counter with all of her other grandkids. You still consider me and love me as one of your grandchildren, even though we've been gone for so long. And മാർക്കിൻ്റെ കുട്ടികളായാലും ബെയിലി ആണെങ്കിലും they never liked Mark afterwards and they never kept in touch with him. And ഡോണയുടെ ഫാമിലി was really shocked, and അവർക്ക് ഈ ന്യൂസ് ഒരിക്കലും സത്യമാവരുത് എന്നായിരുന്നു. ബിക്കോസ് they loved Mark സ്വന്തം മകനെ പോലെ തന്നെ. ബിക്കോസ് ഡോണ ലവ്ഡ് ഹിം. അവരും മാർക്കിന് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതറിഞ്ഞപ്പോൾ ദേ ഓൾസോ ഫെൽറ്റ് സോറി ഫോർ ഹാരിങ്ടൺ ഫാമിലി. അവരോട് പോയിട്ട് ദേ റീകിൻഡിൽഡ്. ബിക്കോസ് ഈ ആദ്യത്തെ ട്രയലിൽ അവർക്ക് ഒത്തിരി റോജർ ഹാരിങ്ടൻ്റെ ഫാമിലിയായിട്ട് സ്വാഭാവികമായിട്ട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ മെൻഡ് ചെയ്തു. ആൻഡ് ഡോണയുടെ പേരൻസ് ആയിട്ടുള്ള സാറ ആൻഡ് ഇറ ഡഷർ ഡോണയുടെ പേരിൽ ഒരു $42,000 റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1998 ആയപ്പോൾ. എന്നിട്ട് 15 years അവരുടെ ഡെത്ത് ആനിവേഴ്സറി, ഡോണയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ 15th year, അതായത് 2010 29th August 2010 ഒരു സ്പ്രിംഗ്ഫീൽഡ് മിഷൻ ഹോസ്പിറ്റലിൽ ഒരു വിങ് ഡോണയുടെ പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട് they built this play area for the kids ഡോണയുടെ മെമ്മറിയിൽ. അത് മാത്രമല്ല, there was this amazing thing what her parents did, that's called ഡോണ ഫണ്ട്സ്. ആ ഡോണ ഫണ്ട്സിൽ ഇപ്പോഴും അത് ആക്റ്റീവാണ്. that fund is only for domestic abuse ഫേസ് ചെയ്യുന്ന വിമനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, to support them to come out of that domestic abuse. ലൈക്ക് മേ ബി അവർക്ക് ജോബോ അല്ലെങ്കിൽ ജോബില്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വീട്, കുട്ടികൾ അവരെ നോക്കാനായിട്ടുള്ള ചിലവിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു പേജും എല്ലാം they kept it, they did it and it is successful. ഇപ്പോഴും അത് ആക്റ്റീവാണ്. and that's an amazing initiation to divert the grief എന്നെനിക്ക് തോന്നി. ആൻഡ് ഡോണയുടെ അമ്മ 2023 മാർച്ചിൽ ഈ ലോകം വിട്ടുപോയി. ബട്ട് സ്റ്റിൽ ഹർ ഫാദർ ഇസ് കീപ്പിംഗ് ദിസ്, ഫാദർ എന്ന് പറയുന്നത് ഇറ ഡഷർ ഇസ് കീപ്പിംഗ് ദിസ് ആക്റ്റീവ്. ഇനി മാർക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, മാർക്ക് ജയിലിലേക്ക് പോയതിന് ശേഷം അവിടെയും ഈ പുറത്ത് ചെയ്ത കലാപരിപാടികൾ എന്നെ തുടരുകയായിരുന്നു. അവിടുത്തെ ഓരോ കറക്ഷൻ സെൻറ്റേഴ്സിനും അതോറിറ്റീസിനും എതിരെ കേസ് കൊടുത്ത് അവർ സൂ ചെയ്യായിരുന്നു മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. 2-3 കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കേസിൻ്റെ റീസൺ ഇങ്ങനെയായിരുന്നു. മാർക്ക് ഒരു ഇൻമേറ്റിൻ്റെ കൂടെ തല്ലുകൂടി. അപ്പോൾ അതിന് ഡിസിപ്ലിനറി ആക്ഷനായിട്ട് മാർക്കിൻ്റെ യാർഡ് ടൈമിംഗ് കട്ട് ചെയ്തു. ജസ്റ്റ് 1 hour ആക്കിയിട്ടുണ്ടായിരുന്നു.
ആ 1 hour മാത്രം യാർഡ് ടൈം അല്ല, എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ടൈം ഉള്ളൂ പുറത്തേക്ക് പോകാനായിട്ട്. അത് കോസ്റ്റ് ഡിപ്രഷൻ, ആങ്സൈറ്റി ഇൻ മാർക്ക് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ആ കറക്ഷണൽ അതോറിറ്റിക്കെതിരെ ഒരു കേസ് കൊടുത്തു. It was surreal. It was like insanity because I know I'm innocent. If I didn't love Donna, I would have just gotten a divorce. You don't murder somebody because you're unhappy being in that relationship. പക്ഷേ ഈ കേസൊന്നും ലൈക്ക് ഡിൻ സ്റ്റാൻഡ് എ ചാൻസ്. അതൊക്കെ തള്ളിപ്പോയി ബിക്കോസ് ഇതിനൊന്നും ഒരു കഴമ്പില്ലാത്തത് കൊണ്ട് തന്നെ. ബട്ട് ഇൻ 2007 മർഡർ ഫോർ ഹയർ എന്ന പ്ലോട്ടിൽ മാർക്ക് വാസ് ഇംപ്ലിക്കേറ്റഡ്. അതിൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്. മാർക്കിൻ്റെ ഒരു ഇൻമേറ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് മാർക്ക് ഒരു 19 പേജ് ആയിട്ടുള്ള ഒരു ലെറ്റർ തന്നെ കൊടുത്തു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആ ഫ്രണ്ടിൻ്റെ പേര് ടെറി ഹബിൾ. സോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ മാർക്കിൻ്റെ ടെറി ഹബിൾ പുറത്ത് പോയിട്ട് ആരെങ്കിലും ഹയർ ചെയ്തിട്ട് നമ്മുടെ ജെഫ്രി ഗെൽമാൻ എന്ന് പറയുന്ന മാർക്കിൻ്റെ ഒരു ഫ്രണ്ട്, ആ ബെയില് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രണ്ടില്ലേ റിഫ്യൂസ് ചെയ്തത്, പുള്ളിക്കാരനെ കിഡ്നാപ്പ് ചെയ്യണം. എന്നിട്ട് പുള്ളിയുടെ നിന്ന് മണി എക്സ്ട്രോട്ട് ചെയ്യണം, സെയിങ് ദാറ്റ് അല്ലെങ്കിൽ ആളുടെ ഫാമിലിനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞിട്ട്. കാശ് കിട്ടിയതിന് ശേഷം ജെഫ്രീനെ കൊന്നുകളയണം. അതിനുശേഷം ഡീൻ ഷൂസിലെ നമ്മുടെ മാർക്കിൻ്റെ എക്സ് കാമുകി ആളുടെ അടുത്ത് പോയിട്ട് ആള് പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു, അതൊക്കെ കള്ളത്തരായിരുന്നു, പ്യുവർ ജലസി കാരണം മാത്രം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ഒരു ലെറ്റർ വാങ്ങിയിട്ട് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഡീൻ ഷൂൾസിനെ കൊന്നിട്ട് അതൊരു ആത്മഹത്യയായിട്ട് സ്ഥിരീകരിക്കണം. അപ്പോൾ അതിന് ഫിംഗർ പ്രിൻ്റ് ഒന്നും പാടില്ല. ഈ ലെറ്ററിൽ ആകെ ഡീൻ ഷൂൾസിൻ്റെ ഫിംഗർ പ്രിൻ്റ് മാത്രമേ പാടുള്ളൂ. സ്റ്റാമ്പിൽ അവരുടെ സലൈവയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ട് ആ 19 പേജസ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ടെറി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടെറി ലെറ്റർ കിട്ടിയപ്പോൾ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ കംഫർട്ടബിൾ കറക്ഷണൽ സെൻറ്റർ, ആളെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കറക്ഷണൽ സെൻറ്ററിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ ടെറി ഇത് പോലീസ് അതോറിറ്റിക്ക് കൈമാറി. സോ അഗെയിൻ ഹി വാസ് സെൻറ്റൻസ്ഡ് ഫോർ 39 more years ഓൺ ടോപ്പ് ഓഫ് ദിസ് ലൈഫ് സെൻറ്റൻസ്. ഇതിന് മാർക്ക് പറഞ്ഞ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്ക് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയപ്പോൾ വളരെ ഇമാജിനേറ്റീവായിട്ട് ചുമ്മാ കുറിച്ച ലെറ്റർ മാത്രമാണ് ഇത്, അതിൽ കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മാർക്ക് ഈ അടുത്ത കാലത്തൊന്നും പുറത്ത് വരാൻ പോകുന്നില്ല. അതാണ് മാർക്കിൻ്റെ അവസ്ഥ. ന്യൂക്ലിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തത് മാർക്ക് ഫിനാൻഷ്യലി ഇത്രയും വെൽ ടു ഡു ഫാമിലി, നല്ലൊരു അപ്ബ്രിങ്ങിങ്, നല്ലൊരു ഭാര്യ, കുട്ടി, വീട് എല്ലാം ഉണ്ടായിരുന്ന മാർക്ക് എന്തിനത് ചെയ്തു എന്നത് മനസ്സിലാക്കാൻ സാമാന്യ മനുഷ്യരായി നമുക്കൊക്കെ മനസ്സിലാക്കുന്നതിൽ അപ്പുറമാണ്. I have no idea why he did it. I will never understand why he did it. And I think it's a question that will never be answered in my mind. I feel free. I didn't realize just how powerful secrets can be. So I'm winding up Donna Winger murder case today, and I really feel bad for Roger Harrington and Donna. I hope Donna is in a better place now. So that's all about it today. I hope you enjoyed the story. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ please do keep watching. I'll be releasing every week one crime story. Thank you. Have a nice day.